യെരുസലേമിൽ ആട്ടുവാതുക്കൽ ബെഥെസ്ദ എന്നു പേരുള്ള ഒരു കുളം. ആ കുളത്തിൻ്റെ അരികിൽ 38 വർഷം സൗഖ്യമില്ലാതെ കിടന്ന ഒരു മനുഷ്യൻ. ആ കുളത്തിന് ഈ മനുഷ്യനുമായോ ആ മനുഷ്യൻ ആ കുളവുമായോ ഒരു പുരുഷായുസിൻ്റെ മുഴുവൻ ബന്ധമുണ്ട്. യേശു ഈ പ്രവൃത്തി ചെയ്തത് 30 മുതൽ 33.5 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ ഐഹിക ജീവിതത്തിലെ കാലത്തിലാണെങ്കിൽ ആണല്ലോ. അതൊരു 31 32 വയസ്സെങ്കിൽ യേശു ജനിക്കുന്നതിൻ്റെ 6 വർഷം കൂടി മുമ്പ് അവനവിടെ വന്നു, അല്ലെങ്കിൽ 5. അപ്പോൾ അവന് യേശുവിൻ്റെ പ്രായവുമായി കണക്കെടുത്താലും നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു 5-6 കൊല്ലത്തെ സീനിയോറിറ്റി ഉണ്ട്, മുതിർന്ന ആളാണ്. ആ കുളത്തെ ചുറ്റിപ്പറ്റി പ്രചരിച്ചിരുന്ന ഒരു വസ്തുത, ഒരു ദൂതൻ വന്ന് ഈ കുളം കലക്കും. നാനാവ്യാധി പിടിച്ച മനുഷ്യർ, എടുത്തു പറയുന്നു വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗബാധിതർ അതിന് ചുറ്റും കിടന്നു. ഈ ദൂതൻ കുളം കലക്കുന്ന നേരത്ത് ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം വരും. വർഷം 38 അവന് സൗഖ്യമില്ല, അവനവിടെ കഴിയുന്നു. യേശു അവൻ്റെ അരികിൽ വരുമ്പോൾ അവൻ പറയുക, റബി, ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. എന്നെ കുളത്തിലേക്ക് എടുത്തിറക്കാൻ ഒരാളില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇത്ര വർഷമായി ഞാൻ കിടക്കുന്നു. സത്യത്തിൽ ഇതിന് യേശു പറയേണ്ട മറുപടി, ഞാൻ നിന്നെ സഹായിക്കാമെന്നോ സഹായിക്കാൻ ഒരാളെ ഏർപ്പാടാക്കാമെന്നോ അതല്ലെങ്കിൽ ദൂതൻ നിൻ്റെ സൗകര്യം നോക്കി കലക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നോ ഒക്കെ ആണെങ്കിൽ, ഇയാളിപ്പോൾ പറഞ്ഞ വസ്തുതകളെക്കുറിച്ചൊരക്ഷരം ഉരിയാടാതെ ഈ പറയപ്പെട്ട വിശദീകരണത്തിൻ്റെ ഒന്നും പിന്നാലെ പോകാതെ മറ്റൊന്ന് യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇതാണ് യേശു ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം, മറ്റാർക്കും നൽകാത്ത ഒന്ന്. അപേക്ഷിച്ചതെന്ത്, ആഗ്രഹിച്ചതെന്ത്, പറഞ്ഞതെന്ത്, അതുമായി ഒരു ബന്ധവുമില്ലാത്ത വിഭിന്നതകളുടെ വഴികളിലൂടെ, ഇതുവരെ പരിചിതമല്ലാത്ത വഴികളിലൂടെ, മുമ്പ് കണ്ടെത്തിയ ജീവിത വഴികളെ മുഴുവൻ മാറ്റിയിട്ട് ഒരു പുതിയ ചരിത്രം നമുക്ക് രചിച്ചു തരാൻ യേശു നമ്മുടെ മധ്യത്തിലും വന്നിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവം മുമ്പാകെ ഇരിക്കാൻ. എന്നാൽ ഞാൻ ചില വിയോജിപ്പുകളും എൻ്റെ ചില നിരീക്ഷണങ്ങളും ഈ ഒരു വിഷയത്തിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇതിന് മുമ്പും ഞാനിത് ചിലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്, ചിലർ കേട്ടിട്ടുണ്ടാകണം. അത് നമുക്ക് ഈ ബെഥെസ്ദ എന്താണ്, ആ സ്ഥലം എങ്ങനെയാണ്, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് പഠിക്കണം. യെരുസലേം എന്നറിയപ്പെടുന്ന ദേവാലയം നിലനിൽക്കുന്ന ഭൂപ്രദേശത്തെ ചുറ്റിപ്പറ്റി ആ കാമ്പൗണ്ട് വാളും പരിസരവും ഒക്കെ എടുത്താൽ, അല്ലെങ്കിൽ ദേവാലയ പരിസരം ഏതാണ്ട് 8.5 ഏക്കറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമിയാണ്. 8.5 ഏക്കർ വരുന്ന ഈ സ്ഥലത്തിന് വേണ്ടിയാണ് ജൂത സമൂഹം ഒന്നടങ്കം കലഹിക്കുകയും അവകാശവാദം നേടിയെടുക്കാൻ ശ്രമിക്കുകയും അത് ജൂതന്മാർ ഏകപക്ഷീയമായി കീഴടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു. ഈ സ്ഥലത്ത് ഇന്ന് 2 ക്രിസ്തീയ പള്ളികളുണ്ട്, 2 മുസ്ലിം പള്ളികളുണ്ട്, യഹൂദനൊരു ദേവാലയവുമില്ല. യഹൂദന് അവരുടെ ദേവാലയം ഇരുന്നു എന്ന് കരുതുന്ന സ്ഥലം ഉമർ എന്നു പേരായ ഒരു ഖലീഫ, ഉമർ യുദ്ധം ചെയ്തൊന്നും പിടിച്ചെടുത്തതല്ല. ആ ഒരു കാരണവും ഇവിടെ പ്രസക്തമാണ്.
ക്രിസ്തീയതയുടെ ഏതാണ്ട് പിന്നിടുന്ന ഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തനിമ ഏറെക്കുറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിൽ 5 കേന്ദ്രങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കുണ്ടായിരുന്നു. 5 സെൻറ്ററുകൾ എന്ന് പറയാം. അതിന്ന് നമ്മൾ കാണുന്ന ഒരു സഭയുടെ സെൻറ്റർ പോലെയല്ല. 5 സുപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് വിഭജിക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തീയത നിലനിന്നിരുന്നു. ഒന്ന് യെരുശലേമിലാണ്, മറ്റൊന്ന് സിറിയയിലെ അന്ത്യോക്യയിലാണ്, ഇനിയൊന്ന് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ്, ഇനിയൊന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലാണ്, മറ്റൊന്ന് റോമിലാണ്. ഈ 5ഓളം വരുന്ന ഈ കേന്ദ്രങ്ങളെ വിളിച്ചൊരു പേരുണ്ട്, പെൻഡാർക്കി. 5 അധികാര കേന്ദ്രങ്ങൾ. ഈ അധികാര ടൗണുകളിലായിരുന്നു. 10 ആളുകൾ കൂടി വരാൻ സൗകര്യമുള്ള ടൗൺ. ആ ടൗണിലിരിക്കുന്ന ബിഷപ്പിന്, പാസ്റ്റർക്ക് അവർ തന്നെ ഒരു നാമകരണം കണ്ടെത്തി. മെട്രോപൊളിറ്റൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാലോ, ഒരു നഗരം. നഗരത്തിലെ പാസ്റ്റർ, നഗരത്തിലെ ബിഷപ്പ് എന്നതിന് അർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞ് തൃശ്ശൂർ ടൗണിൽ ശുശ്രൂഷിക്കാൻ നമ്മൾ മെത്രാപ്പൊലിത്ത് എന്നൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞ ആളിൻ്റെ ഗതിയൊക്കെ നമ്മൾ കണ്ടതാണ്, പോട്ടെ. അപ്പോൾ ഈ മെത്രാപ്പൊലിത്തമാർ താഴെയുള്ള സഭകളോടൊരു കഥ പറഞ്ഞു. നിങ്ങൾ പരിപാടിക്ക് കൂടി വരുന്നത് ഇവിടെയാണ്. ചായ കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ എനിക്കൊരു അധികാരമുണ്ട്. ആ അധികാരം അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ നിങ്ങളുടെ ഒരു സുപ്പീരിയറാണ്. ഇങ്ങനൊരു പുതിയ പദവി ക്രിസ്തീയ ചരിത്രത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ പദവിയുടെ പേരാണ് ഞാൻ നിങ്ങളും അറിയുന്ന പാത്രിയാർക്കീസ്. അദ്ദേഹം മെത്രാപ്പൊലിത്തയാണ്, അതേസമയം പാത്രിയാർക്കീസാണ്. എന്താ പാത്രിയാർക്കീസിൻ്റെ അർത്ഥം? കുലപതി, ഒരു ക്ലാനിൻ്റെ, ഒരു ഗോത്രത്തിൻ്റെ തലവൻ, ഒരു സമൂഹത്തിൻ്റെ നേതാവ്. അതാണ് പാത്രിയാർക്കീസ്. അങ്ങനെ പെൻഡാർക്കിക്ക് 5 കേന്ദ്രങ്ങൾക്ക് 5 പാത്രിയാർക്കീസുമാരുണ്ടായിരുന്നു. ഈ 5 പാത്രിയാർക്കീസുമാർ ഒന്നിച്ചു ചേരും. എവിടത്തേക്ക്? റോമിലെ, യെരുസലേമിലെ, സിറിയയിലെ, അലക്സാണ്ട്രിയയിലെ, കോൺസ്റ്റാന്റിനോപ്പിളിലെ ഈ 5 പേര് ഒത്തുചേർന്ന് വേണം ശേഷം സഭയുടെ കാര്യങ്ങൾ ആലോചിക്കാൻ. അവരൊത്തുചേരുന്നത് ടൈബർ നദിയുടെ തീരത്തുള്ള റോമിലായിരുന്നു. നമ്മൾ വത്തിക്കാൻ എന്നൊക്കെ പറയും സ്ഥലത്തായിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ വള്ളത്തിലും തരത്തിലും ഒക്കെ എത്തിച്ചേരുമ്പോൾ മാസങ്ങളെടുക്കും. മുമ്പേ വരണം, കുറേ ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പാത്രിയാർക്കീസും നമ്മളെല്ലാം കൂടുമ്പോൾ നിങ്ങളുടെ കൂടി ഒരു തലവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പാപ്പ എന്ന് അംഗീകരിക്കണം. കണ്ടോ, പോപ്പ് വന്ന വഴി മനസ്സിലായോ? പാത്രിയാർക്കീസ് വന്ന വഴി മനസ്സിലായോ? അങ്ങനെ അംഗീകരിച്ചു. അംഗീകരിക്കുക മാത്രമല്ല, അദ്ദേഹം ചില നിയമങ്ങളും നിബന്ധനകളും വച്ച് ഇവർ തമ്മിൽ തല്ലാൻ തുടങ്ങി. തമ്മിലടി രൂക്ഷമായപ്പോൾ ഇതിനടിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. യെരുസലേമിലെ പാത്രിയാർക്കീസ് പറഞ്ഞു, ഇവിടെയാ ക്രിസ്തു ജനിച്ചേ, ബേത്ലഹേമിൽ തൊട്ടടുത്ത്. ഇവിടെയാ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടെ, കാൽവറി. ഞാനാണ് സർവാധികാരി, എന്നെയാണ് ബഹുമാനിക്കേണ്ടത്. സിറിയയിലെ പാത്രിയാർക്കീസ് പറഞ്ഞു, ക്രിസ്ത്യാനി എന്ന പേരുണ്ടായത് ഇവിടെയാ, ഇവിടുന്ന് ആ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പിറവി. ആ പദം ഇവിടുന്ന് പോയതാ. ഈ സഭയിൽ വെച്ച സെയിൻ പോളും ബർണബാസുമൊക്കെ അഭിഷിക്തരായി വലിയ ഇവാഞ്ചലിക്കൽ സ്പിരിറ്റോട് ഇറങ്ങിത്തിരിച്ചത്. ഞാനാണ് സുപ്പീരിയർ. ഇതേ ഘട്ടത്തിൽ അലക്സാണ്ട്രിയയിലെ ആൾ പറഞ്ഞ രസര, ഇവിടെയാണ് ബൈബിളിൽ ആമുഖം കുറിച്ചത്, സെറ്റുവചൻ്റ് ഉണ്ടായത്. പാപ്പിറസ് ലിഖിതങ്ങളിൽ എഴുതിയവ സൂക്ഷിച്ച് രേഖപ്പെടുത്തി വച്ച പടുകുറ്റൻ ലൈബ്രറി
ഇവിടെയാ. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പിൾ ഞങ്ങൾക്ക് ചക്രവർത്തിയും കൂടെ ഉണ്ട് കൂടെ. ചക്രവർത്തിയാണിന്ന് സകലതും നയിക്കുന്നത്. ചക്രവർത്തിയുടെ പിന്തുണ എനിക്കാ. അങ്ങനെയൊക്കെ വത്തിക്കാനിലെ പാത്രിയാർക്കീസ് പറഞ്ഞു, ഇതൊക്കെ ശരി, നിങ്ങൾ കൂടി വരേണ്ടത് ഇവിടെയാ, വേറെ സ്ഥലമില്ല. ഈ അടിമൂത്തപ്പോൾ യെറുസലേമിലെ പാത്രിയാർക്കീസിനൊരു അബദ്ധം പറ്റി. ഏതാണ്ട് ആ ഘട്ടത്തിൽ ഇസ്ലാം മതം ശക്തിപ്പെട്ടു വരികയും ഉമറെന്ന് പറയുന്നൊരു ഖലീഫ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ഈ യെറുസലേമിനെ പറ്റി കേൾക്കുകയും ചെയ്തു. ഈ യെറുസലേമിലേക്ക് വരുന്ന ഖലീഫയെ സ്വീകരിച്ചിട്ട് അവിടുത്തെ പാത്രിയാർക്കീസ് പറഞ്ഞു, ഞാൻ ഈ 5 പേരുമായി 4 പേരുമായും ബന്ധമില്ല, താങ്കളാണിനി എൻ്റെ നേതാവ്, ഞാൻ ആ നേതൃത്വം അംഗീകരിക്കുന്നു. മറിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ആരാധിക്കണം, ഇവിടെ തീർത്ഥാടകർ വരും, യേശു ജനിച്ച സ്ഥലം കാണാൻ, മരിച്ച സ്ഥലം കാണാൻ, കല്ലറ കാണാൻ, അവർ കാണിക്കയിടും. അതൊന്നും ഈ 4 പേർക്കും വീതം വയ്ക്കാൻ പറ്റില്ല. നിൻ്റെ രാഷ്ട്രീയ അധികാരം ഞാൻ അംഗീകരിക്കും. ഉമറിന് സന്തോഷമായി. അങ്ങനെ യുദ്ധമില്ലാതെ ഉമർ യെറുസലേം കൈക്കലാക്കുകയും ഒരു ചോദ്യം കൂടി ചോദിച്ചു. പണ്ട് സുലൈമാൻ പണി കഴിപ്പിച്ചൊരു ദേവാലയമുണ്ടല്ലോ, സോളമൻ, അതിവിടെ വാ കാണിച്ചു തരാം. ചെല്ലുമ്പോൾ പഴയ സോളമനിക് ടെമ്പിൾ ഉണ്ടല്ലോ, ജെറുസലേം ദേവാലയം, അത് ഈ വേസ്റ്റ് തട്ടുന്ന മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമാക്കി യഹൂദനോടുള്ള അദ്ദേഹം പറഞ്ഞു, ഇവിടം ഞങ്ങൾക്ക് തരുമോ, നിങ്ങളെടുത്തു. ഇവിടുത്തെ മണ്ണും ചപ്പുമൊക്കെ നീക്കി ഉമർ നിസ്കരിച്ച് ആ സ്ഥലം സ്വന്തമാക്കിക്കൊണ്ട് ആ സ്ഥലത്തിന് ഒരു പള്ളിയും പണിതു. അതിൻ്റെ പേരാണ് ഡോം ഓഫ് ദ റോക്ക്. ഒരു പള്ളി. മനസ്സിലായോ? നമ്മൾ യെറുസലേമിൻ്റെ പടം കണ്ടാൽ കാണുന്ന സ്വർണ്ണ നിറമുള്ളൊരു തഴികക്കുടം ഡോം ഓഫ് ദ റോക്ക്. യെറുസലേമിൻ്റെ കിഴക്കേ വാതിലിനോട് ചേർന്ന് മറ്റൊരു പള്ളിയുണ്ട്, അൽ അക്സ മോസ്ക്. അതിൻ്റെ ചരിത്രം പറയാൻ നേരം പോരാ. അവിടെ നിന്ന് അധികം വിദൂരമല്ലാത്തൊരു കാഴ്ച കാണാം, മുമ്പ് പറഞ്ഞ ബെഥേസ്ത എന്ന കുളം. ഇതെല്ലാം ഈ 8.5 ഏക്കർ കൊണ്ട് തീരും. ആ ബെഥേസ്ത കുളം ഇന്നുമുണ്ട്. ആ ബെഥേസ്ത കുളത്തിലെ വെള്ളം ആളുകൾ പോയി കൊണ്ടുവരാറുണ്ട്. ആ വെള്ളത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കഥ, ഒരു വിഷയം ഇപ്പോൾ ഇദ്ദേഹം പറയുക. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ബൈബിൾ പരിശോധിച്ചാൽ ഒരു കാഴ്ച കാണാം. ഈ സംഭവം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ബ്രാക്കറ്റിലൊരു വിശദീകരണം. ഈ ബ്രാക്കറ്റിൽ ബൈബിളിൽ കാണുന്ന ഭാഗങ്ങൾക്കൊരു പേര് പറയും, ലേറ്റർ ആഡിങ്സ്, പിന്നീട് ചേർത്തത്. അവ ഇല്ലാത്തൊന്നുമല്ല. ഫ്രാഗ്മെൻസ് ഉണ്ടല്ലോ, അന്ന് കിട്ടിയ പേപ്പർ, ഇതിൻ്റെ പാപ്പിറസിൻ്റെ ഷീറ്റുകൾ പിൽക്കാലത്ത് ലഭ്യമായവയിൽ നിന്ന് ടെസ്റ്റുകളിൽ പെടാതെ പോയത് ചേർത്തുകൊണ്ട് അതിനെ കൃത്യമായി അവിടെ സ്ഥാപിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ പ്രശ്നം അതല്ല. ഇത് ആ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നൊരു വിശ്വാസമായിരുന്നു. ഇങ്ങനൊരു ദൂതൻ കലക്കും, ആ കലക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങി വേണം ഒരാൾ സൗഖ്യപ്പെടാൻ. എങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഈ കുളത്തെപ്പറ്റി, ഇവിടെ ഇങ്ങനൊരു ദൂതനെപ്പറ്റി, ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി 32 പഴയ നിയമ പുസ്തകങ്ങളിലുമില്ല. ആരും അത് കണ്ടിട്ടില്ല, ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. ഇങ്ങനൊരു ദൂതൻ വരുമെന്നും കുളം കലക്കുമെന്നും ആ കുളത്തിൽ ആദ്യം ചാടുന്നവന് സൗഖ്യം വരുമെന്നും പഴയ നിയമ പ്രവാചകന്മാരാരും മിണ്ടുന്നില്ല. അവരെ എഴുത്തുകളിൽ എവിടെയും കേൾക്കുന്നില്ല. ഇനിയും അടുത്തുകൂടി പറയാം. പുതിയ നിയമത്തിൽ ഈ ഒരു ഭാഗമൊഴിച്ചാൽ ഇതിനു ശേഷം ഇത്തരമൊരു സ്ഥലം ദൂതൻ കലക്കിക്കൊണ്ടിരിക്കുന്നതായും അത് എവിടെ വച്ച് നിലച്ചുവെന്നും അത് തുടരുന്നുണ്ടോ എന്നും നമുക്കറിഞ്ഞുകൂടാ. 100 യുദ്ധങ്ങൾക്കത് വേദിയായി. 422 പരം ആക്രമണങ്ങൾക്ക് യെരുശലേം വേദിയായി. ഈ കുളത്തിനെന്തു പറ്റി? ആ ദൂതന്റെ കലക്കത്തിനെന്തു പറ്റി? ഇപ്പോഴാളുകൾ അവിടെ ചാടുന്നുണ്ടോ? ചാടുന്നില്ലെങ്കിൽ ദൂതൻ എന്തുകൊണ്ട് പിൻവലിച്ചു? ഈ ദൂതനെ ആര് നിയമിച്ചു? ആരുടെ ദൂതനാണ്?
എന്താണ് ഈ സംഭവം? മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ മണർകാടെന്നൊക്കെ കേൾക്കുന്ന പോലെ, ഞാൻ തൃശ്ശൂരായതുകൊണ്ടാണ് മണർകാടെന്ന് പറയുന്നത്. കാരണം ഒത്തിരി ദൂരമുണ്ടല്ലോ, ഒരു പ്രശ്നം ഉണ്ടാക്കണേ തന്നെ അല്ലേ ഇത്രയും നേരം 3-4 മണിക്കൂർ എടുക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ, ഞാനും സാറും ഒക്കെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ജനിച്ചു വളർന്നവരാ. അവിടെ ചില അത്ഭുതമുണ്ട്. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ തൃശ്ശൂരിൽ നിന്ന് വന്നാൽ നിങ്ങൾ കാണും, തമിഴ്നാട്ടിൽ നിന്ന് വന്നാൽ കാണും, ആന്ധ്രയിൽ നിന്ന് വന്നാൽ കാണും. ദൂരത്തുനിന്ന് വരുന്നവരാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് പ്രസക്തി കൊടുക്കുന്നത്. തൃശ്ശൂർ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ടോ, ഈ നാട്ടുകാർ പോവില്ല. ഈ നാട്ടുകാർ എന്നെ എതിർക്കില്ല, കാരണം ഹോട്ടലും കടയൊക്കെ നിങ്ങളുടെയാണ്. അതുകൊണ്ട് നിങ്ങളും പറയും, ദാ ഒരു കഴിഞ്ഞ മാസം ഒരുത്തൻ വന്നു, രക്ഷപ്പെട്ടം കൊണ്ട് പോയതേ ഉള്ളൂ, എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടതാ. ഇതാണൊരു പ്രോപ്പഗണ്ട. ചുരുക്കി പറഞ്ഞാൽ, ബെഥെസ്ദ എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തെയും നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കും, സർക്കാർ പ്രോത്സാഹിപ്പിക്കും. കാരണം ഈ തീർത്ഥാടകരെ എങ്ങനെ നമുക്ക് ഉപയുക്തമാക്കാമെന്ന അന്വേഷണമാണ് പഞ്ചായത്തും ഭരണകൂടവും സർക്കാരും എല്ലാം ചേർന്ന് ചെയ്യുന്നത്. എന്താ? ഈ തീർത്ഥാടകരെ എങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് വഴിപാട് സാമഗ്രികൾ എങ്ങനെ വിറ്റഴിക്കാം, കടകമ്പോളങ്ങൾ എങ്ങനെ സജീവമാക്കാം. അല്ലാതെ ആർക്കും ആരോടും സ്നേഹമുണ്ടായിട്ടില്ല, ആർക്കും ആരോടും താല്പര്യമുണ്ടായിട്ടില്ല. എല്ലാ തീർത്ഥാടനങ്ങളുടെയും ആകത്തുക പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ കേൾക്കുന്ന കീർത്തിയുണ്ടല്ലോ, അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ആ സംഭവമുണ്ടല്ലോ, അവിടെ കേൾക്കുന്ന വിശദീകരണമുണ്ടല്ലോ, അതൊക്കെ ടെസ്റ്റിമോണിയലാണ്. അതായത് ഒരാൾ പറഞ്ഞു കേട്ട അറിവ് മറ്റൊരാളൂടെ പകരപ്പെട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നു, അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു. കേട്ട് 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 ആളുകൾ ഇത് പറയുകയും ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പിന്നിൽ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് അംഗസംഖ്യ കൂടുകയാണ്. ഞാൻ വീണ്ടും പറയാം, ചിലയിടങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നൊരു പ്രചരണം നടക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കുന്നുവെന്ന പ്രചരണത്തെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ഏതാണ്ട് 10-15 കൊല്ലം മുമ്പ് ബഹുമാനായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നൊരു സമയത്ത് ഈ സ്ഥലങ്ങളെല്ലാം വലിയ പഠന വിധേയമാക്കി, റെയ്ഡുകൾക്ക് വിധേയമാക്കി. അന്ന് മനസ്സിലാക്കി, ആളുകൾ മനസ്സിലായി, ഇത്തരം പറയപ്പെടുന്ന അത്ഭുതങ്ങൾ പലതും മനുഷ്യനിർമ്മിതമാണ്, കൃത്രിമമാണ് എന്ന് പറഞ്ഞിട്ടും അതിലേക്കുള്ള ഒഴുക്ക് കുറയുന്നില്ല, അംഗസംഖ്യ കുറയുന്നില്ല, ആളുകൾ ചെല്ലുന്ന അവരുടെ സാന്നിധ്യം കുറയുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളെ ഒരു ശക്തി പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് ചില പൈശാചിക ശക്തികൾ അത് ഓപ്പറേറ്റ് ചെയ്ത് ആ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ചില നേരിയ അടയാളങ്ങൾ, നേരിയ ഇടപെടലുകൾ, നേരിയ സന്തോഷങ്ങൾ, സാമീപ്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇത്തരം ശക്തികൾ പ്രവർത്തിച്ച് ഇതിന് ആ കുടിയിരിപ്പുകളെ ശക്തമാക്കി മാറ്റും. അത്തരത്തിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ബെഥെസ്ദ. സന്തോഷമില്ല? ഈ തെറ്റിപ്പോയെങ്കിൽ തങ്കച്ചൻ ഭാഷ കൺക്ലൂഷൻ പറയുമ്പോൾ തിരുത്തിക്കോ, എനിക്ക് പ്രശ്നമില്ല, യാതൊരു വിരോധമില്ല. നമ്മുടെയൊക്കെ സീനിയർ അധിവാസനാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തേ പറയാൻ കാരണം? ഈ സ്ഥാപനത്തെപ്പറ്റി യേശു ഒരക്ഷരം മിണ്ടുന്നില്ല, പ്രവാചകന്മാരാരും മിണ്ടുന്നില്ല, അപ്പോസ്തലന്മാരാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ ദൂതനെ നമ്മുടെ വഴിക്കൊന്നാക്കി തീർക്കാൻ. ഇനി അടുത്തൊരു കാര്യം, ഈ പറയപ്പെട്ട അത്ഭുതം നേരെങ്കിൽ ഇത് പരിഹരിക്കാനൊരു വഴിയുണ്ട്. ഈ 38 കൊല്ലക്കാരൻ്റെ ഏതായാലും ഒരു സംഘാടകരുണ്ടല്ലോ, കുറേ മനുഷ്യരുണ്ടല്ലോ, ഒരു ടോക്കൺ വെച്ചാൽ പോരെ, നീ ഇത് പിടിക്ക്, അല്ലെ സംഘാടകർ ക്യൂ നിന്നാൽ പോരെ. ഇവനെ കുറേ നാളായി കിടക്കാൻ തുടങ്ങിയിട്ട് നീ അവിടെ നിൽക്കുക, അതിന് വേണ്ട ഫീസും ഈടാക്കി, അവന് കുഴപ്പമില്ല. ഒരു ഫീസെങ്കിലും ഈടാക്കി ആളുകളെ ക്രമവും ചിട്ടയും അനുസരിച്ച് നിർത്തി ദൂതൻ കലക്കുന്ന നേരം നോക്കി അവനെ ഇറക്കിയാൽ മതി. ഈ പ്രശ്നത്തിന് പരിഹാരം. അത് സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്, ഓർഗനൈസ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതെന്തായിരുന്നു പറയാം? അതെ അതെ, അല്ല, ദൂതൻ കലക്കുന്ന നേരത്ത് തട്ടിയിട്ടാൽ മതി, അത് നോക്കിയിരിക്കണം, വാച്ച് ചെയ്യണം. ഇനി അടുത്ത കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവണതയ്ക്ക് വിശ്വാസം വരാനൊരു കാരണം ഉണ്ടാകും. ബാർക്ലേ എന്നൊരു പണ്ഡിതനുണ്ട്, അദ്ദേഹം പറയുന്നേ, ഈ കുളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരുതരം
സവിശേഷതയുള്ള ഉറവ അതിങ്ങനെ ചാടി വന്നിട്ട് കുമിളകളുണ്ടാകും. ആ കുമിളകൾ ഇങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ ഇതൊരു അത്ഭുത പ്രതിഭാസം പോലെ ആളുകൾക്ക് തോന്നിയിട്ട് അത് ഒരു ദൂതൻ കലക്കുന്നു എന്നവർ കരുതി അങ്ങനെ ചാടി സൗഖ്യമാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലെയിം അവിടെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഇത്തരമൊരു സംഭവത്തെ യേശു സപ്പോർട്ട് ചെയ്തില്ല, ആരെയും തള്ളിയിടുന്നില്ല. അവിടേക്ക് ആരെയും വീഴിക്കാതെ ഇതുവരെ പറഞ്ഞു കേട്ട ചരിത്രത്തിന് അവധി കൽപ്പിച്ചുകൊണ്ട് അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് യേശു പറയുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വിശ്വസിക്കുന്നവന്റെ സൗഖ്യം ദൂതൻ കുളം കലക്കുമെന്ന പ്രഖ്യാപനത്തിലല്ല, 48 വർഷത്തെ കാത്തിരിപ്പിന്റെ പാരമ്പര്യത്തിലല്ല, പ്രതീക്ഷകളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് കൃപയുടെ സ്ഥലത്തുകൂടി വ്യാപരിച്ചപ്പോൾ ബെഥേസ്ദയെ കുറിച്ച് അതുവരെ മനുഷ്യൻ ചിന്തിച്ചുറപ്പിച്ച പരമ്പരാഗത ചിന്തകളുടെ ഭാണ്ഡക്കെട്ടുകളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു പുതിയ ദൈവിക ഇടപെടൽ, ആ ഇടപെടലിനെ കുറിച്ച് പ്രസംഗിക്കാനും പഠിപ്പിക്കാനും നിയോഗിതരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ബെഥേസ്ദയുടെ മഹത്വത്തെ കുറിച്ചല്ല, അവിടെ എത്തിയ യേശുവിന്റെ ആ പ്രകടനപരതയെക്കുറിച്ച്, ഇടപെടലിനെ കുറിച്ച്, ദയാവായ്പിനെ കുറിച്ച്, കാരുണ്യത്തെ കുറിച്ചുള്ള ഘോഷണമാണ് സുവിശേഷം. ആ സുവിശേഷവും അതിൽ അന്തർലീനമായ നസ്രയനായ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ കർത്താവ് തകർത്ത് കളഞ്ഞൊരാശയമാണ് ബെഥേസ്ദ. കർത്താവ് തകർത്തെങ്കിലും നമ്മളിപ്പോഴൊരു ബെഥേസ്ദ മിനിസ്ട്രി വേണ്ടി വന്ന രജിസ്റ്റർ ചെയ്യും. കർത്താവ് തകർത്തു, ബെഥേസ്ദയെ സപ്പോർട്ട് ചെയ്തില്ല, ബെഥേസ്ദയുടെ കൂടെ നിന്നില്ല, ആ ആശയത്തെ പിന്തുണച്ചില്ല. ചില ഹോസ്പിറ്റലിൽ കണ്ടില്ല ബെഥേസ്ദ. സാറേ അത് കഴിഞ്ഞു. ബെഥേസ്ദ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 38 വർഷങ്ങൾ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തെ തകർത്ത് അവൻ്റെ പ്രതീക്ഷകളെ മുഴുവൻ അപ്രസക്തമാക്കി ഇവിടെ ഒരു സൗഖ്യവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശമാണത്. ഞാനതിനൊരു മറുവശം കൂടി പറയാം. നിങ്ങൾ ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിലും ചെല്ലുക, ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്കുള്ള തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അരിൽ കൂടി വന്നാൽ വലിയ പ്രശ്നമില്ല, ഇതുവഴിയൊന്നും പോകാൻ പറ്റത്തില്ല, തെറി കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ അബദ്ധവശ ഒരു സ്ഥലത്തിൽ വന്നു. അപ്പോൾ എങ്ങനെയൊക്കെ കടന്നുപോയി എന്നൊന്നും ഒരു ചിന്തയില്ല, ഒരു വല്ലാത്ത ദൈവോറവ് കൊണ്ട് അതിലിങ്ങനെ പോകുന്നു. അന്നേരം എന്തിനും ഇതൊക്കെ പറയും, നിനക്ക് എന്തോ ശാസ്ത്രമുണ്ടെന്നാണ് പറയുന്നത്. നീ എന്തോ ശാസ്ത്രമുണ്ടെങ്കിൽ ഈ തെറി വെക്കാനുള്ള നമ്മൾ ആളുകളുടെ ആ മനക്കരുത്തിനെ സംബന്ധിച്ചേ പറ്റുള്ളൂ അല്ലേ? അപാരമായ ചീത്ത. ഞാനിതൊക്കെ പറയുന്ന പ്രശ്നം, കാലം ഇത്രയും പരിഷ്കൃതമായി, ലോകം എവിടെ ചെന്നു എന്ന് ഓർക്കണം. അതിനൊരു മറുവശം കൂടി പറയാം, ക്ഷമിക്കണം. നമ്മുടെ രാജ്യത്ത് നദികളെല്ലാം വിശുദ്ധമാണ്. ഇപ്പോൾ പമ്പയാറ്റിലൊന്നും ഒരാളെ സ്നാനപ്പെടുത്താൻ പറ്റില്ല. പമ്പയാറ്റിലൊക്കെ ആരും സ്നാനപ്പെടാൻ തരണ്ട, ഞങ്ങളൊക്കെ പെടുത്തും, അത് വേറെ കാര്യം. ഞങ്ങൾക്ക് ആ പേടിയൊന്നുമില്ല അല്ലേ? പിന്നെ അവിടെ തന്നെ പെടുത്തും പറഞ്ഞു. അത് ആരുടെയും സ്വന്തമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ നദി അല്ലേ? ആ, അപ്പോൾ നദിയിൽ സ്നാനപ്പെടുത്താം. ഞാനാണ് സ്നാനപ്പെട്ടത് ഒരു ക്ഷേത്രക്കുളത്തിലാണ്. ഞാൻ പേടിക്കണ്ട. ആ ക്ഷേത്രക്കുളം ഇപ്പോഴാണ് ഫേമസ് ആയ 5 കിണറെന്ന് പറയും. ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരി അമ്മയൊക്കെ അവിടെ സ്നാനപ്പെട്ടത്. ഡോക്ടർ കെ പി ഒന്നാൻ്റെ തോട്ടത്തിനകത്താണ്. ഇപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളമൊക്കെ വരുന്ന സ്ഥലം അവിടെയാണ്. അന്നങ്ങോട്ട് ആരും മനുഷ്യരാരും തിരിഞ്ഞു നോക്കാത്തൊരു കാലം. അപ്പോൾ അത് ഏതാണ്ടൊരു കുളമാണ്, അങ്ങനൊരു കുളം. അപ്പോൾ പറഞ്ഞത്, ഈ അവസരം കിട്ടിയാൽ എവിടെയും മുങ്ങണം അല്ലേ? ആ, അതിന് പ്രശ്നമില്ല, അതിന് സ്ഥലമൊന്നുമില്ല. ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ഈ കുളങ്ങളും നദികളും 2 പ്രത്യേകതയുണ്ട്. അവയെല്ലാം സ്ത്രീഭാവങ്ങളാണ്, സ്ത്രൈണ ബോധമാണ്, സ്ത്രൈണ രൂപമാണ് സ്ത്രീകൾക്ക്. ഗംഗ സ്ത്രീകളുടെ പേരാ അല്ലേ? അപ്പോൾ ഞാനതുകൊണ്ട് പണ്ടൊരിക്കൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 10 ലക്ഷം കോടി 10,000 കോടി ഉറുപ്പിക ചെലവിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ഒരു പദ്ധതി ഉണ്ട്, ഈ വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടണം, വെള്ളപ്പൊക്കമുള്ള സ്ഥലത്തുനിന്ന് അത് കുറയ്ക്കണം, അതിന് നദികളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു ലോക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം തിരിച്ചു വിടുന്ന ഒരു നല്ല പ്രോജക്റ്റ് ഉണ്ട്. ഞാനത് കേട്ടപ്പോഴേ പറഞ്ഞു, ഇത് വിജയിക്കുകയില്ല.
വിജയിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നദികളിൽ എല്ലാ നദികളും സ്ത്രീകളുടെ പേരിലാണ്. നിങ്ങളിവിടെ യോജിച്ചു പോവോ? യോജിച്ചു പോകാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വിജയിക്കില്ല. പക്ഷെ ഒരു നദി മാത്രം ബ്രഹ്മപുത്ര, സൺ ഓഫ് ബ്രഹ്മ എന്നതിൻ്റെ അർത്ഥം. ബാക്കിയല്ല. ഇതിനോടൊന്നും അനാദരവൊന്നുമില്ല കേട്ടോ. ഇതിനെ കുറേ പേര് ദൈവങ്ങളായി കാണുന്നെങ്കിൽ നല്ലത്. നിങ്ങൾ ഇന്ത്യ വിട്ട് ചില രാജ്യങ്ങളിൽ ചെല്ലണം. അതിർത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ നദി ദൈവമൊന്നും അല്ല, നദിയാണ്, വെള്ളം സാധാരണ ഉപയോഗത്തിന്. ഈ നദിയെ പൂജിച്ചാദരിച്ച് ബഹുമാനിച്ചു പോകുന്ന രാജ്യങ്ങൾ പഠിച്ചാൽ ഒറ്റ നദി വെള്ളം കോരി മുഖം കഴുകാൻ കൊള്ളൂല, കോളിഫോം ബാക്ടീരിയ. നദിയിലൂടെ ഒഴുകുന്നത് വെറും വെള്ളമാണെന്ന് ധരിക്കുന്ന നാട്ടിൽ ചെന്നാൽ ആ വെള്ളം കോരി നിങ്ങൾക്ക് കുളിക്കാം, കുടിക്കാം, ദിനകൃത്യങ്ങളൊക്കെ ചെയ്യാം. എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ കിടപ്പ്? മനസ്സിലായില്ലല്ലേ? സാറിന് മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? നദി ദൈവമാണെന്ന് പറഞ്ഞെടുത്തേ നദിയിലൂടെ ഒഴുകുന്നത് ചീഞ്ഞഴുകിയ ശവങ്ങൾ, മനുഷ്യവിസർജ്യം, മൃഗങ്ങളുടെ വേസ്റ്റ്, വൃത്തിഹീനങ്ങളായ ആഹാരപദാർത്ഥങ്ങളുടെ വേസ്റ്റ് ഒഴുകിപ്പോകും. മനസ്സിലാക്കിക്കൊള്ളണം, ഇത് പുണ്യമാണ്. എന്നെ എതിർത്തിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇത് പുണ്യമാണെന്ന് കരുതുന്നവർക്ക് വേണ്ടി കൂടിയാ. ഈ ബോധവലും വരട്ടെ, ഈ ചിന്ത നിങ്ങൾക്ക് വരട്ടെ. നിങ്ങൾക്കാണിത് വരേണ്ടത്. കാരണം ഞങ്ങൾക്കിത് നദിയാ, ഞങ്ങൾക്കിത് സാധാരണ വെള്ളമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാ, സൃഷ്ടിയുടെ മനോഹാരിതയാ. ഇതുപോലൊരു സ്ഥലം മാത്രമാ ബെഥേസ്ദാ കുളം. ആ കുളത്തിന് മറ്റൊരു കുളത്തേക്കാൾ ശ്രേഷ്ഠതയില്ല. ഈ യോർദാൻ നദിക്കും ലോകത്തുള്ള സകല ജലാശയങ്ങൾക്കും ഇതിൽ പരം യാതൊരു പ്രത്യേകതയുമില്ല. ഈ കുളത്തിലാ ദൂതൻ ഇറങ്ങുന്നത്. ഈ എന്ന് വിശ്വസിച്ചു പോന്നിരുന്ന തീർത്ഥാടക ബോധത്തിന്റെ അപ്പുറത്തേക്ക് ചിലവുകൾ ആവശ്യമില്ലാതെ, വഴിപാടുകൾ ആവശ്യമില്ലാതെ, ആ ഭാണ്ഡക്കെട്ട് സംഹിതകൾ ആവശ്യമില്ലാതെ നസറായനായവൻ തുറന്നുകൊടുത്ത സൗഖ്യത്തിന്റെ സന്ദേശം 2000 ആണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന്റെ വീര്യം കുറയാതെ ഇന്നും വ്യാപരിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവപരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ സൗഖ്യമായി, സാന്ത്വനമായി, ആശ്വാസമായി, ദൈവിക ഇടപെടലായി ഇന്നുമുണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ എല്ലാ ഉള്ളത്തെ അടിമുടി മാറ്റിമറിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം പാതി പിടികിട്ടി, എന്നാലും ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടുണ്ട്. പോട്ടെ. കാരണം പണ്ട് പോലെ നമ്മൾ ഓർത്ത് ഈ ബെഥേസ്ദാ 38 വർഷം ഞങ്ങൾ തന്നെ എത്ര പ്രസംഗിച്ചിട്ടുണ്ടോ, ദൈവജനമേ നീ ഒന്ന് ചാടിയാട്ട് അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോലും പ്രസംഗിച്ച് പോയിട്ടുണ്ട്. ചില ദുർബല നിമിഷത്തിൽ ഗ്രാജുവേഷൻ കഴിയുന്ന കുട്ടികളെങ്കിലും അത് ചെയ്യരുത്, തിരുത്തി പോകണം. നമ്മുടെ ചിന്തയോടും യാഥാർത്ഥ്യത്തോടും നീതി പുലർത്തിയേ ബൈബിൾ വ്യാഖ്യാനിക്കാവൂ. ജനം എന്ത് ചിന്തിച്ചാലും ഏതെല്ലാം തരത്തിൽ ആ ദൂതനെ വ്യാഖ്യാനിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പകർന്നു തന്ന ഒരു ബോധം, നിയതമായ ആ സാങ്കേതികത്വം വിട്ട് നമുക്ക് മാറാൻ വ്യവസ്ഥയില്ല. ചുരുക്കത്തിൽ ഇതൊരു കേവല തീർത്ഥാടന തീർത്ഥം കിടക്കുന്നു. അവൻ എന്തൊക്കെയോ പറയുന്നു. അവിടെ കിടക്കുന്ന രോഗികളെ പരിശോധിക്കുക. അവർക്ക് ആവശ്യകതയുണ്ട്. ഈ സംഭവം നടന്നില്ലെന്നൊന്നുമല്ല, ആളുകളുണ്ടേ, ധാരാളം പേര് നിൽപ്പുണ്ടേ. ഇവർക്കിടയിൽ ഒരുത്തനെ കാണുക, അവൻ ആകാംക്ഷയോടെ ഗുരുവിനെ നോക്കുക. എന്നൊരു കാരണമുണ്ട്. ഈ ആലയങ്ങൾക്ക് വേറൊരു പ്രശ്നം, അവിടെ മാന്യന്മാരെ മതി. യെരൂശലേം ദേവാലയം ഉൾപ്പെടെ എല്ലായിടത്തും വേണ്ടത് ശരീരശുദ്ധിയുള്ളവരെ, കുഷ്ഠരോഗമില്ലാത്തവരെ, ചുണങ്ങില്ലാത്തവരെ, യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തവരുണ്ടോ നിങ്ങൾ പോരാ. മനസ്സിലായില്ലേ? പിടിയിട്ടില്ല? മനസ്സിലായോ? ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. ഇങ്ങനെയുള്ള ആരുണ്ട്? നിങ്ങളിഞ്ഞു പോരാ. ആർക്കും വേണ്ടാത്തവൻ ഇവിടെ ഉണ്ടോ? നിനക്ക് ജ്ഞാനമുണ്ടെന്ന്. തീർത്ഥാടനത്തിന് കഴിയാത്തത് എന്നാ ചിലടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ദേവാലയ മര്യാദകൾ പാലിക്കണം. ഭയങ്കരവാദം. അത് പാലിക്കണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലായിടവും ശുദ്ധമായി സൂക്ഷിക്കണം. പക്ഷെ ഒരു കാര്യം, കൈയൊടിഞ്ഞവൻ, കണ്ണു കാണാത്തവൻ, കുഷ്ഠരോഗി, ക്ഷയരോഗി, ഇത് അശുദ്ധിയാണോ? എനിക്ക് നിങ്ങൾക്കുമില്ലാത്ത എന്ത് അശുദ്ധിയാണ് അവന് കൂടുതൽ? അല്ലെങ്കിൽ അവനില്ലാത്ത എന്ത് വിശുദ്ധിയാണ് നമുക്ക് കൂടുതൽ? ഇനിയും ചിലയിടത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. സ്ത്രീകളെ കയറിക്കഴിഞ്ഞാൽ അശുദ്ധമാണ്. വർഷങ്ങൾക്കപ്പുറത്ത് ഇതുപോലെയൊരു സർക്കാർ നടത്തിയ പ്രോഗ്രാം ഞാനും
ചില പ്രതികരിച്ച് സംസാരിക്കാൻ അവസരം കിട്ടി. ചില തീർത്ഥാടനങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ഇതാ ചോദ്യം. ഉപയോഗിക്കേണ്ട ആരെയും മറ്റുള്ളവരെ അവരവരുടെ വഴിക്ക് അവിടെ പോയാലോ നമ്മളെങ്ങനെ സ്ത്രീകളെ പരിഗണിക്കുന്നു എന്ന് മാത്രം പ്രസംഗിക്കുന്നു. ഇതിനകത്ത് നമ്മൾ സ്ത്രീകളെ പരിഗണിക്കുന്നില്ലേ? അത് പോരാന്ന അഭിപ്രായം എനിക്ക്. കണ്ടോ, സാറും കൂടെ ഒരുമിച്ച് പറഞ്ഞു പോരാ. അത് പോരാന്ന അഭിപ്രായം. അതൊന്നും പോരാ. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരണം. അതിനാ നിങ്ങൾക്കൊരു അവസരം തന്നാൽ തന്നെ നിങ്ങൾ പ്രസംഗിക്കുന്നെന്താ? രൂത്ത്, എസ്തേർ, കെങ്ക്രയ സഭ, ഇതൊക്കെ മടുത്തു. പുതിയ കാര്യം പറയണം ഇനിയുള്ള സ്ത്രീകൾ. മനസ്സിലായോ? ബാക്കി നിങ്ങൾക്കുള്ള ലോകത്താദ്യ സുവിശേഷം പ്രസംഗിച്ച സ്ത്രീകളാണെന്നുള്ളവരറിയോ? ഞാൻ യേശുവിനെ കണ്ടു. ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം പ്രത്യക്ഷമായത് നിങ്ങൾക്കാണ്. ഹല്ലേലൂയ. ആ കോൺഫിഡൻസോടെ വേണം യേശുവിനെ പ്രസംഗിക്കാൻ. ഞങ്ങൾക്കത് പറയാനുള്ള റൈറ്റ്. ആര് വിലക്കിയാലും പ്രസംഗിക്കണം യേശുവിനെ. ആരും അത് വിലക്കിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. കൗൺസിലൊക്കെ മത്സരിച്ച് ജയിക്കണം. സാറ് മിണ്ടില്ല, ഞാൻ കാര്യം പറയും. സാറ് മിണ്ടാത്ത ഇപ്പം ജയിച്ചിട്ടെന്താ കാര്യം എന്ന് ഓർക്കുന്നത്? തങ്കച്ചൻ മാഷ് തല കുനിച്ച് കളഞ്ഞു. ഇപ്പം കൗൺസിലിൽ നിന്ന് ജയിച്ചിട്ടെന്താ കാര്യം എന്ന് ഓർത്ത് സാറ് കൊണ്ടിരിക്കുക. അതാ വിഷയം. പോട്ടെ, ഇപ്പം എന്തിനാ പറഞ്ഞേ? കൗൺസിലിൽ നിന്ന് ജയിക്കണം, ലോക്കൽ സഭയുടെ സെക്രട്ടറിമാരാകണം. കാരണം എന്താ? ഇതൊന്നും ബൈബിളിലെ തസ്തികയല്ല, ഇത് സൊസൈറ്റി ആക്റ്റാണ്. നിങ്ങൾക്കൂടുള്ള നിങ്ങളുടെ കൂടി നിങ്ങളില്ലാതെ സ്ത്രീകളെക്കുറിച്ച് കമ്മിറ്റി ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ കാര്യം നിങ്ങളല്ലേ പറയണ്ടേ? നിങ്ങളാണ് പറയേണ്ടത്. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഒത്തിരി. പ്രിയപ്പെട്ടവരെ, സ്ത്രീവിരുദ്ധത, രോഗിയോടുള്ള വൈരുദ്ധ്യം, ഇങ്ങനെ പലതരത്തിലുള്ള അസ്പർശ്യതകൾ കൊണ്ട് സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ക്രിസ്ത്യാനിറ്റി സ്ത്രീകളെ എങ്ങനെ ഉൾക്കൊണ്ടു, ക്രിസ്തു എങ്ങനെ ഉൾക്കൊണ്ടു, ഇതിങ്ങനെ പ്രസംഗിക്കുകയാണ്. അധ്യക്ഷൻ വളരെ ബുദ്ധിമാനായിരുന്നു. ഞാൻ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ പറയുന്നത് കേട്ട് അദ്ദേഹം പറഞ്ഞു, സാർ സംഗതിയാകൊള്ളാം, ഈ തീർത്ഥാടന കേന്ദ്രം പേരൊന്നും പറയുന്നില്ല, അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാവോ ഇല്ലയോ എന്ന് താങ്കൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ ഇവിടെയും പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന സൗകര്യമാരെ, നിങ്ങളങ്ങനെ എവിടെങ്കിലും പ്രവേശിക്കരുത് എന്ന് എവിടെങ്കിലും നിബന്ധന ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ ഞങ്ങളോട് പോരാൻ പറയും. നമുക്കപ്പം നമ്മുടെ വാ, ഇവിടെ ആരും തടയാൻ പറ്റില്ല. എന്താ കാര്യം? അശുദ്ധാത്മാവ് ബാധിച്ചവന്, കുഷ്ഠരോഗിക്ക്, രക്തസ്രവക്കാരിക്ക്, സമൂഹം തള്ളിക്കളഞ്ഞവർക്ക് ഒറ്റ സങ്കേത നഗരമേ ഉലകത്തിലുള്ളൂ. അതാണ് നസ്രയനായ യേശു. ആ യേശുവാണ്. യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഏതൊരവസരവും യേശുവിനെ അറിഞ്ഞവർ പറഞ്ഞുകൊണ്ടിരിക്കണം, പാടിക്കൊണ്ടിരിക്കണം, പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. അതിന് സമാപനമില്ല, അതിന് അന്ത്യമില്ല. ഞാൻ അടുത്ത കാലത്തെ കണ്ടേ, ഈ ക്രൂശിനെ കുറിച്ചുള്ള പാട്ടിന് അവസാനമില്ല. മനസ്സിലായില്ല? ക്രൂശിന്റെ പ്രകീർത്തനത്തിന് അവസാനമില്ലെന്ന്. കർത്താവ് വന്നു കഴിഞ്ഞാലും ക്രൂശിനെ കുറിച്ച് പാട്ടുണ്ട്. കർത്താവ് വന്നു കഴിഞ്ഞതിന് മുമ്പ് ചില പാട്ടുകൾ തീരും. കർത്താവ് ഗംഭീരനാദത്തോടെ എന്നുള്ള പാട്ട് പിന്നെ വേണ്ട. ആ പാട്ട് തീർന്നു. നമ്മൾ പാടിയ പല പാട്ടുകളും തീർന്നു. ബഹുമാന്യ കർത്തദാസന്റെ പിതാവ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, അർത്ഥവത്തായൊരു പാട്ട്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറും. ആ പാട്ട് പിന്നെ വേണ്ട. കാരണം നീതി സൂര്യൻ വന്നു. നീതി സൂര്യൻ യാഥാർത്ഥ്യമാകുമ്പോൾ ഭക്തൻ പ്രത്യാശയോടെ എഴുതിയ ആയിരക്കണക്കിന് പാട്ടുകൾ കണ്ടം വന്നിട്ട് ഒരു പുത്തൻ യുഗത്തിന്റെ പുതിയ ശിശുക്കളെപ്പോലെ കാലെടുത്തു വെക്കും. പക്ഷെ അവിടെയും ക്രൂശിന് പ്രസക്തിയുണ്ട്. കാരണം സ്വർലോക വീഥികളെ കുറിച്ച്, അവിടുത്തെ മനോഹര നിർമ്മല രത്നങ്ങളെ കുറിച്ച്, പുതിയ യെരൂശലേമിനെ കുറിച്ച് നിരന്തരം പാടി സ്വപ്നത്തിൽ അത് കണ്ട് ആ ദിവസം പാർത്ത് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തുമ്പോ ഒരു പുതിയ പാട്ട് അവിടെ കേൾക്കാം. ദൂതഗണങ്ങളുടെ പാട്ട്. എന്താണ് ആ പാട്ടെന്നറിയേണ്ടത്? നീ ത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്ക് വാങ്ങി അറുക്കപ്പെട്ട കുഞ്ഞാടേ. അങ്ങനെ സ്വർഗത്തിലും പ്രകീർത്തിക്കപ്പെടുന്ന ഒരൊറ്റ സംഗീതം ക്രൂശ് നിരന്തരം പാടേണ്ട, പ്രകീർത്തിക്കേണ്ട ഒരൊറ്റ ആയുധം
അത്ഭുതമാണ്, ദൈവിക ഇടപെടലാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോഴേ പാട്ട് അന്ന് എന്നാലും ഉണ്ട്. ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള പാട്ട് തീർന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരിക. ഞാനടുത്ത കാലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ നിത്യതയിലെത്തിയാലും കർത്തൃമേശയുടെ ആചരണം അതിനൊരുത്തൻ വ്യാഖ്യാനം കേട്ടു. നിത്യത സ്വർഗത്തിൽ ചെല്ലുമ്പോഴും കർത്തൃമേശ ഉണ്ടെന്ന് ഇപ്പോഴത്തോടെ പറഞ്ഞു. അങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല, ചെറിയ വ്യത്യാസം. തെളിവോടെ ഞാൻ പറഞ്ഞു. അന്ത്യത്താഴ സമയത്ത് കർത്താവ് ആതിഥേയനായിരുന്ന് തൻ്റെ ശുശ്രൂഷയെല്ലാം ചെയ്യുക ശിഷ്യന്മാർ. കർത്താവ് ഒന്ന് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കും. നമുക്കവിടെ കർത്താവ് കുടിക്കുകയും നമുക്ക് തരാതിരിക്കുകയും ചെയ്യും. കർത്താവ് പറയാം, അന്ന് നിങ്ങൾക്കെല്ലാം തന്നാ, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുന്നു പറയോ? മാത്രമല്ല, അവിടെ വലിയ ഡിന്നറുണ്ട് സ്വർഗത്തിൽ. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. ഏതെങ്കിലും നിഷേധിച്ചതൊക്കെ അവിടെ ഉണ്ട്. അല്ല, എന്തിനാണെന്നറിയണ്ടേ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം? നമുക്കത് ഏൽപ്പിച്ചു തന്നു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. കർത്താവ് വരുന്നത് ഇത് കഴിഞ്ഞ കർത്താവ് കാർമ്മികനായിരുന്നു കൊണ്ട് ഈ ദൗത്യം ചെയ്യുന്നത് എന്തിനാണെന്നറിയണ്ടേ? സ്വർഗത്തിൽ ചെന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് ക്രൂശ് മരണം. അതെന്തിന്? പെട്ടെന്നാണ് ഈ വഴി വരല്ലേ, അവിടെ വരുന്നു. എന്നാൽ എനിക്ക് ഇച്ചിരി പ്രശ്നമുള്ള ആളാണ്, അതുകൊണ്ട് ആരാ വരുന്നതെന്നല്ല നിശ്ചയിച്ചു. കൊല്ലാനാണോ വളർത്താനാണോ ഒന്നും പ്രതീക്ഷയില്ല. അവിടെ ഇനി വരല്ലേ. അപ്പോഴേ ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ക്രൂശ് എന്തിനാന്ന് പറയട്ടെ, പറയാം. അതൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഈ കിരീടങ്ങളെല്ലാം കൂടി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരഹങ്കാരം വന്നിട്ട് ലൂസിഫറിനെ പോലെ നമ്മളാകുമോ? തഞ്ചാവൂർ സാറേ, ഞാനൊരാൾ പറഞ്ഞ ആവില്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ തേസ്കരിക്കപ്പെട്ട് ദൂതതുല്യരായില്ലേ? ആ ചങ്ങാതി പറയാ, ദൂതനായി പണി കാണിച്ചാണ്, പിന്നാണോ ദൂത തുല്യൻ? മനസ്സിലായോ? ദൂതം വേറെ, ദൂത തുല്യൻ വേറെ. നമ്മൾ തുല്യനെ ആകുന്നുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ, അഹങ്കാരം വരാം. ചെറിയ സാധ്യത. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ചരിത്രം? ഇല്ല. തടയേണ്ട എങ്ങനെ? കിരീടം വേണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യമില്ലേ? ഞാനൊരു മറുവശം. എൻ്റെ ഉത്തരം വളരെ ആഴത്തിൽ ആത്മീയ സത്യം ഉറങ്ങി കിടക്കുന്നത്. നാമെല്ലാ നിത്യതയിൽ തേജോരൂപികളായി തേസ്കരിക്കപ്പെട്ട് നിൽക്കുമ്പോഴും മാറ്റമില്ലാത്തൊരുവൻ അവിടെയുണ്ട്. അത് യേശുവാണ്. മാറ്റമില്ലെന്ന് പറയാൻ കാരണം നമ്മൾ ഈ സെൻഡ് ഓഫ് കൊടുത്ത് വിട്ട പോലെ യേശു അവിടെ ഉണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ യേശുവിനെ അയക്കുമ്പോൾ നമ്മൾ കൊടുത്ത ആ തിരുമുറിവുകളില്ലേ, ഞാൻ മുറിവ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ, കാരണം ഇവിടെ അല്ല സംഭവം, ഇവിടെയാണ്. അതൊന്നും പറയാൻ നേരമില്ല. ഈ തിരുമുറിവ്, വിലാപ്പുറത്തെ മുറിവെല്ലാം ഇവിടെ ഉണ്ട്. അതിനും തെളിവുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ തോമസിനോട് പറയുകയാണ്, ഈ വിലാപ്പുറത്ത് നീ വിരലിട്ട് നോക്കുക, ഞാനാണെന്ന് ഉറപ്പ് വരുത്തിക്കൂ. ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാൻ ഈ മുറിവാ തെളിവ്. അങ്ങനെയെങ്കിൽ ആ മുറിവ് അന്നും അവിടെ ഉണ്ട്. ഈ മുറിവ് ഒരു തോൽവിയോ പരാജയമോ അല്ല, ഇതൊരു ജയത്തിൻ്റെ ചിഹ്നമാണ്. ഇത് ജയത്തിൻ്റെ ചിഹ്നമാണെന്ന് പറയാൻ കാരണം, നാൽക്കപ്പുറത്ത് നമ്മുടെ കാർഗിൽ യുദ്ധം നടക്കുന്ന വേളയിൽ അജയ് അഹൂജ എന്നു പേരായ ഒരു സൈനികൻ മരിച്ചു. മലയാളിയാണ്, പേരിങ്ങനാണെങ്കിലും മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചു കുട്ടിയുള്ള, ആ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ഒരു ഘട്ടമങ്ങാണ്ട് അദ്ദേഹം വീട്ടിൽ വന്നിട്ടുള്ളൂ. ഈ കുഞ്ഞ് ജനിച്ചതൊക്കെ ഫോട്ടോ കണ്ട് കാണും. അപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ ആ സൈനികൻ വധിക്കപ്പെട്ടു. ബോഡി കൊടുത്ത് ഇങ്ങോട്ട് വിട്ടു.
ദേശീയ പതാകയൊക്കെ പുതപ്പിച്ചു ആ ബോഡി കൊണ്ടുവച്ചു. ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് സൈനികർ സല്യൂട്ട് അടിക്കണം. നമ്മുടെ പോലീസിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഹുമതിയുണ്ട്. സൈനികർ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ഔദ്യോഗികമായിട്ട് ഒരുങ്ങുമ്പോൾ ആ കൂടെ അവരുടെ ക്യാപ്റ്റൻ വന്നിട്ട് ആ സഹോദരിയെ വായിച്ച് കേൾപ്പിക്കാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാന്യനായ പരേതനായ അടൽ ബിഹാരി വാജ്പേയി എഴുതിയ ഒരു കുറിപ്പ് വായിച്ച് കേൾപ്പിച്ചു. വാജ്പേയി ഒരു ഹിന്ദി കവി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, മാന്യ സഹോദരി, നിങ്ങളുടെ ഭർത്താവിൻ്റെ ശരീരത്തെ പുതപ്പിച്ച ദേശീയ പതാക ചുരുട്ടി ഒരൽപ്പം പുറകോട്ട് മാറ്റി ഒന്ന് നോക്കിയിട്ടേ അടക്കാവൂ. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഒരു മുറിപ്പാട് കാണാം. ആ മുറിവ് ശത്രു സൈന്യം ആയുധമെന്തി അതിർത്തിക്കപ്പുറത്തൊന്ന് വെടിവെച്ചപ്പോൾ അതേറ്റ പാടാണ്. സഹോദരി ശ്രദ്ധിക്കണം, ആ മുറിവ് പുറത്തല്ല. പുറത്തായിരുന്നെങ്കിൽ യുദ്ധത്തിൽ അദ്ദേഹം പിന്തിരിഞ്ഞോടി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമായിരുന്നു. ശത്രുസേന ചീറിപ്പാഞ്ഞു വരുമ്പോൾ പിഞ്ചോമനയായി തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഓർത്തില്ല, നിന്നെ ഓർത്തില്ല. 110 കോടി ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനം സ്വന്തം ജീവിതത്തിൽ കാത്തുകൊണ്ടേറ്റ മുറിവാ കാണുന്നത്. ആ മുറിവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇന്ത്യക്കാർ വണങ്ങുന്നു. നോക്കണേ, വാക്കിൻ്റെ ശക്തി കേട്ടോ. എങ്ങനെയുണ്ടെന്നറിയണേ. നമ്മുടെ മരണത്തിൻ്റെ അനുശോചനമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ മതി. എന്തെല്ലാം നമ്മൾ വിളിച്ചു പറയുന്നില്ലേ, നല്ല കുറിക്കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് വാജ്പേയി എഴുതിയിരിക്കുകയാണിത്. അപ്പം സൈനികൻ്റെ മുറിവ് തോൽവിയുടെ ലക്ഷണമല്ല, പൊരുതി ചെറുത്ത് നിന്നതിൻ്റെ തെളിവാണെങ്കിൽ നമ്മുടെ സർവ്വസൈന്യാധിപൻ്റെ ശരീരത്തിലെ മുറിവ് തോൽവിയുടേതല്ല. 110 കോടി ഇന്ത്യൻ ജനതയല്ല, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കോടാനുകോടി ജനങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയാണ് ആ മുറിവ്. ആ മുറിവിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിപ്പോയ സിംഹമടയിലേക്ക് ചെന്ന ഒരു കുഞ്ഞാടും തിരിച്ചു വന്നിട്ടില്ല, കടിച്ചു കുടയും. ഒറ്റ കുഞ്ഞാട് മാത്രമേ സിംഹമടയിൽ കടന്ന് സിംഹത്തെ അടിച്ച് പരിക്കേൽപ്പിച്ച് തകർത്ത് ജയാളിയായി തിരിച്ചു വന്നിട്ടുള്ളൂ. അത് കണ്ടിട്ടാണ് സ്വർഗം പ്രകമ്പനം കൊള്ളുന്ന ആ ശബ്ദം, അറുക്കപ്പെട്ട കുഞ്ഞാളെ നിനക്കും മകത്വം, നീ അറുക്കപ്പെട്ടു. അതാണ് ആ മുറിവ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു നിഗളം എന്നൊന്നും വിചാരിക്കാൻ വരത്തില്ല. അഥവാ അങ്ങനെ തോന്നിപ്പോയാൽ അവിടുന്ന് ആ കരമൊന്ന് ഉയർത്തിയാൽ മതി. ആ മുറിവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിന്റെ യോഗ്യതയല്ല നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്, കഠിനാധ്വാനമല്ല ഇവിടെ കൊണ്ടുവന്നത്. അവൻ നമുക്കായി ക്രൂശിക്കപ്പെട്ടു. ഈ മുറിവാണ് നമ്മൾ രക്ഷിച്ച് അവിടെ കൊണ്ടാക്കിയത്. ഹല്ലേലൂയ! ആ മുറിവിൻ്റെ അനന്ത സാധ്യതകൾ മുഴുവൻ സമാഹരിച്ചു വച്ചിരിക്കുന്ന രക്തം ശരീരത്തിലുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ നടക്കുക യെരൂശലേമിലൂടെ. ഞാൻ മറ്റൊന്നും കൂടി പറയും. ബഹുമാന്യരേ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന ആ കാലത്ത് ഒരു യഹൂദനായി, ഒരു പത്രോസായി, ഒരു യാക്കോബായി, ഒരു അന്ത്രയോസായി അവിടെ ജീവിക്കുന്നതാണോ നല്ലത്, പാസ തഞ്ചാവൂർ വില്യംസായിട്ട് ഇവിടെ ജീവിക്കുന്നതാണോ നല്ലത്? എന്താ വെച്ചാ ഒന്നും വേണ്ടതില്ലേ? ഞാൻ പറയും, ഇതാണ് ശരി, ഇതാണ് നല്ലത്. സന്തോഷമില്ല. എൻ്റെ മുമ്പിൽ ഓപ്ഷനൊക്കെ പത്രോസാകാനാണോ ഇഷ്ടം, അനിക്കൊടുത്തോട്ടാകാനാണോ? ഞാൻ പറയും, ഇതാകാനാണ് ഇഷ്ടം. ഇതിൽ ഇച്ചിരി ശരിയാകാനുണ്ട്, അത് വേറെ സത്യം. കുറേയൊക്കെ ശരിയാകാനുണ്ട്, അത് വേറെ എങ്കിലും എനിക്കിത് തന്നെയാണ് നല്ല ബെസ്റ്റ് ഓപ്ഷൻ. എൻ്റെ കാരണം പറയാം.
പത്രോസിനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, യാക്കോബിനേക്കാൾ ഞാനാണ് ഭാഗ്യവാൻ. സന്തോഷമില്ല. അതാ നമ്മൾ ശരിയാകാത്ത. ഞാൻ ഭാഗ്യവാനോട് ഒരു സന്തോഷവും ആരിലില്ല. നിങ്ങളും അങ്ങനെയാണ്. നിങ്ങളെനിക്കൊപ്പം നിന്നാൽ നിങ്ങൾക്കും കിട്ടും, അർഹതപ്പെട്ട് കേട്ടോ. എന്താന്ന് പറയാം. ഞാനിത് വാദിച്ചു വാങ്ങാനിരിക്കുക സ്വർഗത്തിൽ ചെന്ന് എല്ലാവർക്കും വേണ്ടി പറയാം. യേശുവേ, അങ്ങ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചൊരു ദിവസമില്ലേ? ആ അപ്പം ഭക്ഷിച്ചവനല്ലേ പത്രോസ്? അധികം വന്നൊരു കൊട്ട വീട്ടിൽ കൊണ്ടുപോയി കാണൂലേ? അമ്മാവി അമ്മ അങ്ങേ സൗഖ്യമാക്കിയില്ലേ? കാര്യത്തോടെടുത്തപ്പോ പത്രോസ് പറയാ, ഞാൻ അവനെ അറിയുന്നില്ല, നീ പറയുന്ന എനിക്ക് തിരിയുന്നില്ല. അങ്ങയുടെ ഓരം ചാടിക്കിടന്നവനല്ലേ യോഹന്നാൻ? അങ്ങയുടെ ആദ്യ ശിഷ്യനല്ലേ അന്ത്രയോസ്? അങ്ങയുടെ കൂടപ്പിറപ്പുകൾ അങ്ങേ ഇത്തരത്തിൽ കൂടെ നടന്ന് എല്ലാ തരത്തിലും അങ്ങയുടെ സാന്ത്വനങ്ങളും സന്തോഷങ്ങളും ഏറ്റുവാങ്ങി വെള്ളത്തിന്മീതെ അങ്ങ് നടക്കുമ്പോൾ ആരവാരം കൊണ്ട് അന്തരീക്ഷം മുക്തമാക്കി ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അങ്ങ് ഈ വലിയ പ്രവൃത്തി ചെയ്യുന്ന കണ്ട് ആഹ്ലാദാരവം മുഴക്കി ഇവരൊക്കെ അങ്ങയെ തൊട്ടു. അക്ഷരാർത്ഥത്തിൽ അങ്ങയുടെ പാദം ചുംബിച്ചു, കടന്നു പിടിച്ചു, ആലിംഗനം ചെയ്തു. ആ കരം കൊണ്ട് നേരിട്ട് സ്പർശനമേൽക്കാൻ അവസരം കിട്ടി. ഇതൊന്നും കിട്ടാത്തൊരുത്തൻ്റെ പേരാ ആൻകുടിത്തോട്ടം. ഷാനിലേക്ക് മനസ്സിലായോ? നമ്മളെ തൊട്ടിട്ടില്ല. പക്ഷെ ഭാഗ്യവാൻ നമ്മളാണ്. കാരണം ഇത്രയ്ക്കായിട്ടും ഇതൊക്കെ അനുഭവിച്ചവൻ കാര്യത്തോടടുത്തപ്പോൾ യേശുവിനെ നിരാകരിച്ചെങ്കിൽ, കർത്താവേ, നീയാണ് ഞങ്ങളുടെ സർവസ്വം എന്ന് വിശ്വസിക്കാൻ, കാണാതെ വിശ്വസിക്കാൻ, 2000 ആണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്ന് നിന്റെ രക്ഷകർത്തൃത്വം സംബന്ധിച്ച് ഒരാശയമില്ലാതെ വിളിച്ചു പറയുന്നു, നീ എത്രയേ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, നീ എത്രയേ ഞങ്ങളുടെ രക്ഷകൻ, നിന്റെ നാമം അത്രയേ ശ്രേഷ്ഠകരം. ഞങ്ങൾ നിന്നെ അക്ഷരാർത്ഥത്തിൽ കണ്ടില്ല, നീ ആ കരങ്ങളിൽ ഞങ്ങളെ തൊട്ടില്ല, ഞങ്ങൾക്ക് അത്തരം ഒരു അനുഭൂതിയില്ല. അനുഭൂതിദായകമായ അത്തരം പൂർവ്വകാലമില്ലാത്ത ഞങ്ങൾ 2000 ആണ്ടുകൾക്ക് ഇപ്പുറത്തിരുന്നു കൊണ്ട് ഇത് ഗ്രഹിച്ചും മനസ്സിലാക്കിയും അനുഭവിച്ചും വിളിച്ചു പറയുക, നീയാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. ഈ ചൈതന്യം മുഴുവൻ കനീഭവിച്ചുറഞ്ഞ രക്തവും ശരീരവുമായി ക്രിസ്തു വരിക ബേസൈതയിൽ. ഇനി നമുക്ക് ഈ അറിവോട് അന്ന് അവിടെ ജീവിക്കാൻ പറ്റിയ ഭാഗ്യമാണ്. ഇനി പറയാം. കർത്താവ് എങ്ങനെയാണെന്നറിയണ്ടേ? ഒരു സോക്കറ്റിലെ പവർ പോലെ. ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് നോക്കിയാൽ കാണാം. സോക്കറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ല, പ്ലഗ് അങ്ങോട്ട് കുത്തണം. എന്തൊക്കെയുണ്ട്? ഈ ഫാൻ കിട്ടും. ഫാൻ തരുന്നതല്ല ലൈറ്റ് തരുന്നത്. കൂളറിൽ നിന്ന് കിട്ടുന്ന അനുഭവമല്ല ഹീറ്ററിൽ നിന്ന് കിട്ടുന്നത്. അതല്ല സൗണ്ട് തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ വേറെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ സോക്കറ്റ് ഒന്ന്, റിഫ്ലക്ഷൻ പലതാ. യേശുവിനെ ആര് വിശ്വാസത്താൽ തൊടും അവർക്ക് വേണ്ടത് കൊടുക്കാൻ ആ തിരുശരീരത്തിലുണ്ട്, വേണ്ടതൊക്കെ ആ ശരീരത്തിലുണ്ട് എന്ന് പ്രതീക്ഷിച്ച് അവൻ്റെ അരികിലേക്ക് വന്നോ അത് കൊടുക്കാനുണ്ട്. പക്ഷേ അവൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത്, അവൻ്റെ സാധ്യതകൾക്കപ്പുറത്ത് ഒരുവൻ പറയുക, ഞാൻ മുടന്തനാന്നേ, സഞ്ചരിക്കാൻ ശേഷിയില്ല, ആരും ഇറക്കാനില്ല, ആര് കരുതാൻ. ആ ബലഹീനത തിരക്കിയ യേശു വന്നേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ കണ്ട് പരിഗണിക്കാൻ കഴിയാത്തൊരു സാമൂഹ്യ ബോധത്തിനെതിരെയാണ് യേശുവിൻ്റെ ശബ്ദം. ഞാനതും ഒരു വാക്കിലൊന്ന് പറയാം. ഞാൻ ഈ പോയ രാജ്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്ന ഒരാളല്ല. എങ്കിലും ഒരു കാഴ്ച ഒരല്പം വേദനിപ്പിച്ചു. എന്നെ ഒരു രാജ്യത്ത് വിളിച്ചു പ്രോഗ്രാമുകൾക്കാണ്. ആ സ്ഥലത്ത് കുറേ ദൈവാസന്മാർ വന്നിട്ടുണ്ട്. വിസിറ്റ് പാസ്റ്റേഴ്സ് എന്നാ വിളിക്കുക. അവരൊന്നും എടുത്തുകൊണ്ട് പോകുമെന്നല്ല, അവർ ആ ഫ്രണ്ടിലൊക്കെ വന്ന് യോഗത്തിനൊക്കെ കൂടുകയാണ്. ആരെങ്കിലും ശിശുവിലേക്ക് വിളിച്ചാൽ അവർ പോകും, അവരെ ഏൽപ്പിച്ചത് ദൈവം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ പ്രാപ്തിയോടൊന്നും ചെയ്യാൻ ശേഷിയില്ല. പക്ഷേ ഈ വന്നിരിക്കുന്ന മനുഷ്യരെല്ലാം എന്തോ അപകരിച്ചു കൊണ്ടുപോകാൻ വന്നവരെ പോലെ, എന്തോ സബ്സ്റ്റാൻഡേർഡ് മനുഷ്യർ എന്ന നിലയിലൊരു ട്രീറ്റ്മെൻറ്റ് കണ്ട് ഞാനന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നമ്മളെല്ലാം ഈ രാജ്യത്ത് വന്ന എങ്ങനെയാ?
ആകാശം വഴി നേരെ ഇങ്ങനെ പ്രത്യക്ഷമായതല്ല. 1000 പേരുടെ കാല് പിടിച്ച് ആരൊക്കെയോ പരിഗണിച്ച ഇവിടെ വന്നൊരു ജോലിയൊക്കെ കിട്ടിയേ. പക്ഷെ ഇതിനകത്ത് കർത്താവ് ഇരിപ്പുണ്ട്, നിങ്ങൾ കണ്ടോ? അത് അൽക്കൊടുത്തോടുന്ന രൂപത്തിലല്ല. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ടിക്കറ്റും ഒക്കെ തന്ന് ഞാൻ വന്നാണ്. ഞാനൊരു രാജ്യത്തും ക്ഷണിക്കാതെ പോവില്ല. അതെൻ്റെ ഒരു പോളിസി. പ്രോഗ്രാമില്ല, പോവില്ല. ഇതെന്തീ പറഞ്ഞെന്നറിയണ്ടേ? ഈ കൂടെ കർത്താവ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ? അത് നമ്മുടെ കൺവെൻഷൻ പ്രസംഗർ പറയുന്ന പോലെയല്ല. കൺവെൻഷൻ പ്രസംഗർ പറയുന്നത് എങ്ങനെയാ? തേജസ് വാരിച്ചുറ്റി വന്നെന്നൊക്കെയാണ്. അത് നേരെ ആക്കിക്കൊണ്ട് വരാൻ പറയണം, വാരി ചുറ്റാതെ വൃത്തി കിട്ടുകൊണ്ട് വരാൻ പറ. ഇനിയും വരുമ്പോൾ ഈ വാരി ചുറ്റുമ്പോൾ അല്ലേ? നമുക്ക് മറ്റൊന്നെടുക്കാം. തേജസ് വാരി ചുറ്റിയ ക്രിസ്തുവിനെ കണ്ട ആരും മൈൻഡ് ചെയ്യും? മുഖ്യമന്ത്രി വരും ഇത് കാണാൻ. പക്ഷെ കർത്താവ് പറയാൻ ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. നീ കണ്ടായിരുന്നോ? ഇല്ല. യോഗം കഴിഞ്ഞ് ഭക്ഷണമില്ലാതെ വണ്ടിക്കരിയിൽ നിന്ന് കൈ കെട്ടിയ ഞാനായിരുന്നു. നല്ലൊരു വസ്ത്രമില്ലാതെ ഒരുവൻ അവിടെ നിന്ന കണ്ട ഞാനായിരുന്നു. ശരീരമാസകലം കുശരോഗത്തിൻ്റെ വ്രണങ്ങൾ കൊണ്ട് ഈച്ച ആട്ടി നിന്നൊരുത്തനെ കണ്ടോ? അത് ഞാനായിരുന്നു. അവനിലൊരു ക്രിസ്തുവിനെ കാണാൻ പത്മോസ് വരെ പോണ്ട. അവനിലെ ക്രിസ്തുവിനെ കാണാനുള്ള വെളിപ്പാടാണ് ബേസൈത നമുക്ക് നൽകിത്തരേണ്ടത്. അതാണ് ഓരോ സുവിശേഷകന്റെ ദൗത്യം. അവനിൽ ക്രിസ്തുവുണ്ട്. അവനിലെ ക്രിസ്തീയ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കണം. ഞാൻ പലയിടത്ത് പറഞ്ഞൊരു കാര്യം ഈ ദിനങ്ങളിൽ വായിച്ചതുകൊണ്ടൊന്ന് ഓർമ്മിക്കുക. എൻ്റെ വൈഫ് ഇപ്പോൾ 2-3 കേട്ടു. പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല. 3ാമത് ഇത് തന്നെയുള്ളൂ. ഇടയ്ക്കൊരു സഹോദരി പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛൻ എവിടെ ചെന്നാലും ഒറ്റ പ്രസംഗമുള്ളൂ. അതെൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞെന്ന്. ഈ ഡ്രൈവർമാരും ഭാര്യയൊക്കെ കൂടുമ്പോൾ വലിയൊരു പ്രശ്നമായതല്ലേ? ഉദാഹരണം പറയാനൊക്കെ അല്ലേ? പേടിയാണ് അല്ലേ? ഞാനടുത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ. സാറ് പറയാം നേരെ അതാണ് ശരിയാണ്. പറഞ്ഞു വന്നത്, കാബു എന്ന് പേരുള്ള ഒരു രാജകുമാരനുണ്ടായിരുന്നു. രാജകുമാരന് കാബു എന്ന് പേര് വരുമ്പോൾ ഏതാണ്ടൊരു ബുദ്ധിമുട്ട് പോലെ അല്ലേ? കാബു അതൊക്കെ ഒരു ഗോത്രവംശജനായ രാജകുമാരനായിരുന്നു. ബ്ലാക്ക്, ഈ ബ്ലാക്ക് എന്ന് പറയാൻ മനസ്സിലാകാത്തതുകൊണ്ട് നീഗ്രോ, ഈ പദപ്രയോഗം നമുക്ക് നിയമപരമായി നിരോധിച്ചതാണ് അന്തർദേശീയ വേദികളിൽ. നീഗ്രോ എന്ന പദം നമ്മൾ ദൂരസന്ദർശന ശിക്ഷിക്കപ്പെടും, അത് അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ബ്ലാക്ക്. ഈ നീഗ്രോയിഡായിട്ടുള്ള കാബു ഒരു വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ഗോത്രത്തിലെ രാജാവിൻ്റെ മോന. 2 ഗോത്രം തമ്മിൽ അടിക്കുക. ഈ കാബുവിൻ്റെ ഗോത്രം തോറ്റുപോയി. അപ്പോൾ തോറ്റ രാജാവ് ജയിച്ചവന് ഫൈൻ അടയ്ക്കണം. അത് അടയ്ക്കുന്നത് വരെ വലിയൊരു തുകയാണ്, തീർക്കത്തില്ല. അടയ്ക്കുന്നത് വരെ ഈ ചെറുപ്പക്കാരനെ ജാമ്യത്തടവുകാരനായി കൊണ്ടുപോകും. ഭീകരമാണ് അവസ്ഥ. നിശ്ചിത മാസങ്ങളിൽ ആനക്കൊമ്പ്, റബ്ബർ, തേയില, വിവിധതര ഉൽപ്പന്നങ്ങൾ കെട്ടുവള്ളങ്ങളിൽ കയറ്റിക്കൊണ്ട് കൊടുക്കണം. എത്ര കൊടുത്താലും കടം തീരില്ല. ഒരു ദിവസം തെറ്റിയാൽ ഇയാളെ ക്രൂരമായി പീഡിപ്പിക്കും. ഇവൻ കത്തെഴുതണം, എത്രയും പെട്ടെന്ന് തന്നെ കാണണം, ഇവർക്ക് കൊടുക്കാനുള്ള കൊടുക്കണം. അതിക്രൂരമായ പീഡ. മദ്യവെച്ച് മതോന്മത്തരായ ഗോത്രവർഗ തലവന്മാർ കാബുവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര കൊടുത്താലും കിട്ടില്ല ഇവനെ എന്നറിഞ്ഞുകൊണ്ട് ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ പിതാവ് സുന്ദരിയായ തൻ്റെ പെൺകുട്ടിയെ അനിയത്തിയും കൊണ്ടുവന്നു. എന്ന് കാബു, നീ വർഷങ്ങൾ ജയിലിലാ, നിന്നെ എനിക്കൊന്ന് മോചിപ്പിക്കണം. അപ്പന് പ്രായമായി മകനെ, ഈ രാജ്യമൊക്കെ നിന്നെ ഏൽപ്പിക്കണം. കുറേ മനുഷ്യർ നിന്റെ കടം വീട്ടാൻ വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്. നിന്നോടുള്ള സ്നേഹം നിമിത്തം അവർ കഠിനാധ്വാനം ചെയ്ത് ഇവയൊക്കെ കൊണ്ടു തരിക. അതുകൊണ്ട് ഇവളെ ജാമ്യം കൊടുത്തിട്ട് പകരം നിന്നെ കൊണ്ടുപോകാൻ വന്ന. കാബുവിൻ്റെ മറുപടി, പിതാവേ, ഇതെൻ്റെ അനിയത്തിയല്ലേ. ഞാൻ തല്ലും അവഹേളനവും ആക്ഷേപവും നിരന്തരം കണ്ടുകൊണ്ട് ഇതിനോടങ്ങ് പൊരുത്തപ്പെട്ടു. ഈ പെൺകുഞ്ഞിനെ വീട്ട് വലയ്ക്കണ്ട, അവർക്കത് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്താ. അങ്ങിവളെ വിവാഹം കഴിപ്പിച്ചയക്കണം, ആ രാജ്യം അവനെ ഏൽപ്പിക്കണം. കാബുവിനെ മറന്നേക്കുക. അവസാനമായി അപ്പനും
സഹോദരിക്കും ചുമ്മനമായി കൊടുത്ത് ഖാബു യാത്രയാക്കി. മകനെ, പിണങ്ങരുത്. ആനക്കൊമ്പും തേയിലയും റബ്ബർ ഉൽപ്പന്നങ്ങളും പെർഫ്യൂമും ഒന്നും ഇനി കൊണ്ടുവരാൻ അപ്പന് കഴിഞ്ഞില്ലെന്ന് വരാം ഇവിടെ കൊണ്ട് കൊടുക്കാൻ. അപ്പൻ ക്ഷീണിതനാ. ഈ നമ്മുടെ അവസാനത്തെ കാഴ്ചയാകും. കണ്ണീരോട് ഇരുവരും പിരിയുമ്പോൾ അടുത്ത മാസം ഇൻസ്റ്റാൾമെൻ്റ് കൊടുക്കാൻ കാബുവിൻ്റെ പിതാവ് വന്നില്ല. നിർദ്ദിഷ്ട ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മറുപടിയുമില്ല. ഗോത്രത്തലവൻ കാബുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചിട്ടൊരു കുഴിയെടുത്തു. ആ കുഴിക്കകത്ത് കൊണ്ടു നിർത്തി. തല മാത്രം പുറത്തേക്ക് മണ്ണിട്ട ശേഷം വായ തുറന്നിട്ട് വായടയ്ക്കാതിരിക്കാൻ ഒരു ചെറിയ തടിക്കഷ്ണം അകത്ത് വയ്ക്കും, കമ്പ് കഷ്ണം. വായടയ്ക്കരുത് അതിന്. ഇതിന് ശേഷം മധുരമുള്ള ചില പദാർത്ഥങ്ങൾ വായ്ക്കുള്ളിൽ മുഴുവൻ തേക്കും, വായ്ക്കുള്ളിൽ നിറയ്ക്കും, മുഖത്തുമൊക്കെ തേക്കും. ഉറുമ്പിൻ്റെ കൂടുകളെ അവിടേക്ക് തട്ടിത്തകർത്തിടും. ഉറുമ്പുകൾ നിരനിരയായി വരും, അവനെ കടിക്കും. കൈ സ്വാതന്ത്ര്യമില്ല, കുഴിക്കകത്ത. ഈ ഉറുമ്പുകളുടെ കൂടെ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന കറുത്തിരിണ്ട വിഷ ഉറുമ്പുകളുണ്ട്. അവ കടിക്കുന്ന മാത്രയിൽ വല്ലാത്ത നീറ്റലാണ്, വല്ലാത്ത പുകച്ചിലാണ്. ക്രമേണ മാംസമൊക്കെ തിന്നു തീർത്ത് 1000 ഉറുമ്പുകൾക്കിരയായി ഒരു അസ്ഥികൂടം ദിവസങ്ങൾക്കുള്ളിൽ അവശേഷിക്കും. ഈ കാഴ്ച കാണാൻ ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കും. മറ്റ് തടവുകാർ പണം കൃത്യം കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇത്. കാബു ആ വേദനയുടെ നടുവിൽ ഒന്നും അറിയാതെ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദവും ഒരു പ്രകാശവും അവിടെ വ്യാപരിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഇതൊരു പക്ഷെ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പാടാ. അനുഭവമുള്ള ദൈവവൈദ്യങ്ങൾക്ക് ദൈവം ഇങ്ങനെ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമില്ല. ഇടപെടുന്നൊരു ദൈവം, ഇന്നും ഇടപെടുന്നൊരു ദൈവം, ഇന്നും പ്രവർത്തിക്കുന്നൊരു ദൈവം. അടിയറ്റ മുറിപ്പാടുകളില്ലാത്ത 1 ഇഞ്ച് സ്ഥലം പോലും അവൻ്റെ ശരീരത്തില്ല. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട പ്രകാശം അവനെ അവിടെ നിന്ന് ഉയർത്തി. ആ പ്രകാശത്തിൻ്റെ പിന്നാലെ യാത്ര തിരിച്ച് ഒരു കൊടും വനത്തിലെത്തി. ആ പ്രകാശം പോയി മറഞ്ഞു. ആഫ്രിക്കൻ വനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പകലും ഇരുട്ട് ബാധിച്ച വനത്തിൽ പകലവരൊരു ഭയമുണ്ട്. കാരണം ഇവിടെയൊക്കെ അമ്പെയ്ത് മനുഷ്യനെ വീഴിച്ച് മനുഷ്യ ശരീരം ഭക്ഷിക്കുന്ന മനുഷ്യരുണ്ട്, നരഭോജികൾ. അവരെ പക്കൽ ചെന്ന് പെടരുത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, രാത്രിയിലാകണം എൻ്റെ യാത്ര. എൻ്റെ അപ്പൻ എൻ്റെ കൈപിടിച്ച് നടത്തും പോലെ എൻ്റെ പിന്നാലെ വന്ന പ്രകാശമേ, നീ എന്നെ നടത്തണം. ഇന്നു മുതൽ നീയാണ് എൻ്റെ പിതാവ്, നീയാണ് എൻ്റെ രക്ഷകൻ. വീണ്ടും ആ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. മുതലക്കുളങ്ങൾ താണ്ടി, ചീങ്കണ്ണികളുടെ നദികൾ താണ്ടി കാബു വന്നണയുന്നത് ആഫ്രിക്കയുടെ മറ്റൊരു മുനമ്പത്ത്. അവിടെ ധാരാളം മനുഷ്യരെ കണ്ടു. ഭയചകിതനായിട്ട് അവിടേക്ക് വന്നു. കാരണം തടവ് പുള്ളി പുറത്തുചാടിയെന്നറിഞ്ഞാൽ സ്ഥിതിഗതികൾ മോശമാകും. വീണ്ടും പിടിച്ചകത്തുകൊണ്ടിടും. പ്രതീക്ഷിക്കാത്ത ശിക്ഷ കിട്ടും. പക്ഷെ ഭാഗ്യവശാൽ അവൻ ചെന്നുപെട്ടത് ഇത്തരം തടവുപുള്ളികളെ വിലക്ക് വാങ്ങി മോചിപ്പിക്കുന്ന ഒരു പറ്റം മിഷണറിമാരുടെ മുമ്പിലാ. അതുകൊണ്ട് ബേസൈദ കുളക്കരയിൽ ഇങ്ങനെ കിടക്കുന്നവൻ വന്നുപെട്ടത് ക്രിസ്തുവിന്റെ മുമ്പിലെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, 38 വർഷങ്ങളിലെ ശാപം മാറ്റി, നിരാശകൾ മാറ്റി, അന്ധതകൾ മാറ്റി, മുടന്ത് മാറ്റി ഒരു പുത്തൻ അനുഭവം നിനക്ക് പ്രദാനം ചെയ്യാനാ ക്രിസ്തു ഉള്ളത്. ആ ക്രിസ്തുവിന്റെ സാരാപതികളായി ഞാനും നിങ്ങളും ഈ നാട്ടിലുള്ളത്. ക്രിസ്തു എന്ത് ചെയ്തോ അത് ദേശത്തിന് വേണ്ടി ചെയ്യാൻ ആ അഭിഷേകത്തോടെ, ആ നിയോഗത്തോടെ ആരുണ്ടെങ്കിൽ രാത്രി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകം, പുതിയൊരു നിയോഗം അതിന് ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായി വേണം വിട്ടുപോകാം. ആ കൂടെ മിസ്സിസ് നോൾസ് എന്നറിയപ്പെടുന്ന ഒരു പാശ്ചാത്യ വനിതയുണ്ടായിരുന്നു. ഖാബുവിൻ്റെ അനുഭവങ്ങളെല്ലാം കേട്ടു, പട്ട് പഠിപ്പിച്ചു. അവിടെയുള്ള കാപ്പിത്തോട്ടത്തിൽ ജോലി കൊടുത്തു. കുറേ നാൾ ജോലി ചെയ്തു. ആരോഗ്യമൊക്കെ അല്പം വീണ്ടെടുത്തപ്പോൾ പാട്ടും ബൈബിൾ വചനങ്ങളുമൊക്കെ പഠിപ്പിച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് പഠിപ്പിച്ച ഈ വനിതയോട് ചോദിച്ചു, മാഡം, ഞാൻ കണ്ട ആ പ്രകാശത്തിൻ്റെ പേരെന്താ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ്. എനിക്ക് കൂടുതലറിയാൻ പഠിപ്പിക്കുമോ? അവർ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനൊരു മിഷണറി വനിതയാ, ആഴത്തിൽ അറിവൊന്നും എനിക്കില്ല. അങ്ങകല ന്യൂയോർക്കിൽ ഒരധ്യാപകരുണ്ട് അതൊക്കെ പഠിപ്പിക്കുന്നത്. പേര് സ്റ്റീഫൻ
മെറിറ്റെന്നാ. അവിടെ വരെ നിനക്ക് പോവുക എളുപ്പമല്ല. പക്ഷെ മറുപടി അമ്പരപ്പിച്ചു കാബുവിൻ്റെ, എന്നെ മരണമുഖത്തു നിന്ന് വീണ്ടെടുത്ത് ഇവിടെ കൊണ്ടാക്കിയവന് എന്നെ ന്യൂയോർക്കിലെത്തിക്കാൻ സാധിക്കും. ഇപ്പം ഇവൻ കടൽ തേടി ദീർഘദൂരം യാത്ര ചെയ്ത് കടൽക്കരയിൽ വരുമ്പോൾ ഒരു കപ്പൽ, ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ് പറഞ്ഞു ഈ കപ്പൽ എന്നെ ന്യൂയോർക്കിലെത്തിക്കുമെന്ന്. ക്യാപ്റ്റൻ ചീത്ത വിളിച്ചോടിച്ചു. അത്ര മുഷിഞ്ഞ വസ്ത്രം, കറുത്ത വംശജൻ, ആട്ടി ഓടിച്ചു. കാവ് പോയില്ല. ആ കടൽക്കരയിൽ കിടന്ന് പ്രാർത്ഥിച്ചു. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ അരികിൽ ഓരോ ദിവസവും ചെല്ലും. അവസാനം ക്യാപ്റ്റൻ പറഞ്ഞു, ഇനി കാണരുത്, കണ്ടാൽ തൊഴിച്ച് നിന്നെ ഞാൻ കടലിലിടും. അയാൾ അത്ര മദ്യപാനിയാ. പക്ഷേ അടുത്ത ദിവസം കാബു വീണ്ടും അയാളുടെ മുമ്പിൽ ചെന്നു. അന്ന് അയാൾക്ക് കാബുവിനോട് മനസ്സലിവ് തോന്നി. കാരണം 3 തൊഴിലാളികൾ കുറവുണ്ട്. നീ ആ തൊഴിലെടുക്കാൻ തയ്യാറെങ്കിൽ വരിക. തയ്യാറായി. ആ തൊഴിലെടുക്കാനൊന്നും അറിയില്ല. പകരം കൂലി ന്യൂയോർക്കിൽ ഇറക്കണം, അത്രമാത്രം. നീട്ടണ്ടില്ല. കാബു ന്യൂയോർക്കിൽ ഇറങ്ങി. മദ്യപാനിയായി ക്യാപ്റ്റൻ അനവധി പ്രതിസന്ധികളെ നേരിട്ടു. കപ്പലിൽ, പായ്ക്കപ്പലിലെ യാത്രയാ ദുരന്തമുണ്ട്. മറ്റ് കപ്പലുകളുടെ ആക്രമണം, യുദ്ധസമാനമായ അന്തരീക്ഷം, അതിൽ മുറിവറ്റ മനുഷ്യര്. നോക്കുന്നവർ കാബുവിനെ ആക്രമിച്ചു. അതിൻ്റെ കാരണം അയാൾ കറുത്ത വംശജനായിരുന്നു. നിറം കറുപ്പായിരുന്നു. കറുപ്പിനോടുള്ള, നീരോകളോടുള്ള സ്വതന്ത്രമായ ആ വെറുപ്പ് നിമിത്തം കണ്ടവരടിക്കുക. ഓരോ അടികൊള്ളുമ്പോഴും സമരമുഖത്തായിരുന്നില്ല കാബു. നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ പിതാവെന്നെ ന്യൂയോർക്കിലെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്പം കഴിഞ്ഞു ആ കപ്പലിലൊരു അറബി ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന വാളുണ്ട്. മദ്യപാനിയാണ്. ആർക്കും നേരിടാനാവില്ല. ക്യാപ്റ്റന് പോലും ഭയം. എന്തോ വാക്ക് തർക്കത്തിനിടയിൽ വംശീയവാദിയായ മനുഷ്യൻ ആരെയോ വെട്ടാനിടപെടുമ്പോൾ കാവ് ഓടിച്ചെന്ന് തടഞ്ഞു. അരുത്, ഈ മനുഷ്യനെ കൊല്ലരുത്, നിങ്ങൾ കൊലപാതകമാകരുത്. വാൾ ചുഴറ്റിക്കൊണ്ട് കാബുവിനെ നേരെ അടക്കുമ്പോൾ അവൻ കണ്ണടച്ചു, പ്രാർത്ഥിച്ചു. ഇയാൾ തിരിച്ചുപോയി. കപ്പൽ ചുരുക്കി ആ മനുഷ്യന് രോഗം പിടിച്ചപ്പോൾ കാവ് ഓടി വന്ന് ശുശ്രൂഷിച്ചു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കപ്പൽ യാത്രയിൽ അന്യ കപ്പലുകൾ ആക്രമിച്ച് ചരക്കുകൾ നഷ്ടപ്പെടാൻ ഇടയുള്ള സാഹചര്യത്തിൽ യുദ്ധം വിജയിച്ച സന്തോഷത്തിൽ കപ്പലിരുന്നവരെല്ലാം മദ്യപിച്ചും മതോന്മത്തരായിരുന്നു. അവർ തമ്മിലടിക്കുക. ഒരു ഘട്ടം കഴിഞ്ഞ് കനത്ത കാറ്റും പേമാരിയും വരുമ്പോൾ പൗലോസ് എന്ന വണ്ണം കാവ് പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ ന്യൂയോർക്കിലെത്തും. ബൈബിൾ അറിയാത്ത, ഭാഷകറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, 14-ാം വയസ്സിൽ തടവുള്ളിയായി പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 18 വയസ്സ് പ്രായമുള്ളപ്പോഴേക്കും ന്യൂയോർക്കിൻ്റെ മണ്ണിൽ കാലുറച്ചു. സാമുവൽ മെറിറ്റിനെ കണ്ടു. കൊടികുത്തി വാഴുന്ന വംശീയതയുടെ നാട്ടിലേക്ക് സൗന്ദര്യമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, പണമില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടതും സാമുവൽ മെറിറ്റ് ചോദിച്ചു, യു ഹാവ് ആൻ ഐഡൻറ്റിറ്റി കാർഡ് വിത്ത് യു? ഒരു കവറിംഗ് ലെറ്റർ വിത്ത് യു? ID കാർഡുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല. നീ പിന്നെ എന്തിനാ വന്നേ? ഞാൻ അറിഞ്ഞു, പരിശുദ്ധാത്മാവിനെ പറ്റി നീ എന്നെ പഠിപ്പിക്കും, അതിന് വന്നാ. ഇത് വലിയ സന്തോഷമായിട്ട് പറഞ്ഞു. ഈ ഔട്ട് ഹൗസിൽ വെയിറ്റ് ചെയ്യണം. ഞാനൊരു വഴിക്ക് പോയിട്ട് മടങ്ങി വരും വരെ ഇവിടെ കാണണം. സ്ഥിരക്ക. അദ്ദേഹം ഔട്ട് ഹൗസിലിരിക്കുക. ആ തക്കം നോക്കി ഈ മെറിറ്റിൻ്റെ കുറേ ശത്രുക്കൾ അവിടെ വന്നു. ചീത്ത പറയുന്ന, പുകവലിക്കുന്ന, മദ്യപിക്കുന്ന നാടോടി ചെറുപ്പക്കാരവിടെ വന്നു. കാര്യമായൊന്നും പറയാനറിയില്ല. ഈ മനുഷ്യനെ കണ്ട് ആക്രമിക്കാമെന്ന. കാരണം ഇത്തരം ഒരു മനുഷ്യനെ വെറുതെ തല്ലുന്ന ഇഷ്ടമാണ്. നമ്മളൊക്കെ നാട്ടിൽ കണ്ടില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില പാവം പിള്ളേരെ വെറുതെ തല്ലാൻ ഇഷ്ടമുള്ള കുറേ ആളുകൾ കാണും. ഒരു കാരണമില്ല, 2 എണ്ണം അവന് കൊടുക്കണം, അവൻ പ്രതികരിക്കില്ല. തല്ലാമെന്ന മനുഷ്യരോട് എൻ്റെ പിതാവ് പറഞ്ഞിട്ട് വന്നു എന്ന് കേട്ടപ്പോൾ ഇവർക്ക് ചിരി. അല്പം കഴിഞ്ഞ് 17 ആളുകൾ മാനസാന്തരപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് കാവുവിന് മുമ്പിൽ വീണു. തിരിച്ച് മെറിറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച,
ഇന്നലെ വരെ മെറിറ്റിനെ ആക്രമിക്കാൻ കാത്തിരുന്ന മനുഷ്യർ, ചെറുപ്പക്കാർ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ഇപ്പം എന്താ മനസ്സിലായി? ഒരു നാടിനെ ഉണർത്താൻ വേണ്ടത് പാണ്ഡിത്യബോധമല്ല, വിദ്യാഭ്യാസമല്ല. ഒരു ദേശത്തെ ഉണർത്താൻ വേണ്ടത് പാരമ്പര്യമല്ല, ചരിത്ര വൈതൃകമല്ല. വിദേശയുടെ 38 കൊല്ലങ്ങൾ നിനക്ക് സമ്മാനിച്ചത് ഇത്തരം ചില ഓർമ്മകളാണെങ്കിൽ നീ ഒരു പുതുമനുഷ്യനായി ഈ ദേശം വിട്ടു പോകാൻ, ഈ ഇടം വിട്ടു പോകാൻ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാം. ഒരു സാക്ഷ്യപത്രം നിന്റെ കയ്യിൽ വേറെ വേണ്ട. ഈ കിടക്ക കാണുമ്പോഴൊക്കെ ഉലകം നിന്നെ കണ്ടിട്ട് ഒന്ന് മതിക്കണം. നീ ആര്? ഈ സാക്ഷ്യമാകണം ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ ദൈവത്തിനും. ഞാൻ ഉപസംഹരിക്കാൻ ബാധ്യസ്ഥനാകുന്നു. അവസാനിപ്പിക്കട്ടെ. മറിച്ച് അവനെയും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മെലിഞ്ഞുണങ്ങിയ കറുത്തിരണ്ട കോലം കണ്ട് ഭാര്യ ചോദിച്ചു, ഇവനെ എവിടേക്കാ? ഈ വീട്ടിലേക്ക്. എവിടെ കിടത്തും? അവനെ കിടത്തുന്ന മുറി മിരട്ടി ചൂണ്ടിക്കാട്ടി. മെത്തഡിസ്റ്റ് ബിഷപ്പ് വരുമ്പോൾ മാത്രം തുറന്ന്, ആ മെത്തഡിസ്റ്റ് ബിഷപ്പിന് വേണ്ടി മാത്രം തുറക്കുന്ന മുറി. അത് ചൂണ്ടിക്കാണിച്ച പറഞ്ഞു, പാടില്ല, ബിഷപ്പിനെ അപമാനിക്കലാകും. മെറിറ്റിന് മറുപടി, ഇതാരാ വന്നേന്ന് നിനക്കറിയണ്ടേ? പറയാം. എൻ്റെ കയ്യിൽ ഈ കറുത്ത് കരിപുരണ്ട കോഹിനൂർ രത്നത്തെക്കാൾ വിലമതിക്കാൻ കഴിയുന്ന ഒരു രത്നക്കല്ല കിട്ടിയിട്ടുള്ളത്. ഞാനിതിനെ തേച്ചുടച്ചെടുക്കും, ഞാനിതിനെ പാകപ്പെടുത്തും. ഇതിൻ്റെ ശോഭയിൽ ഈ അമേരിക്കൻ ഐക്യനാടുകൾ വെട്ടിത്തിളങ്ങുന്ന ഒരു കാലം വരും കുറിച്ചിട്ട് കൊള്ളണം. അഡ്വാൻസായി ഞാനിവനെ മാനിക്കുക. അങ്ങനെ കയറ്റി ആ കുട്ടിയുടെ പേര് മാറ്റി. ഇനി ആളുടെ പേര് നിങ്ങൾക്കറിയും, സാമുവൽ മോറിസ്. 20 വയസ്സ്, യൗവനത്തിന്റെ തിളപ്പ്, അല്ലല്ല കൗമാരം വിട്ട പ്രായം. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ, ടൈലർ യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ ചാൾസ് ഡാർവിൻ ഉയർത്തിയ പരിണാമ സിദ്ധാന്തത്തിന്റെ അലയൊലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ബൈബിളിന്റെ സൃഷ്ടിവിവരണം അനുസരിച്ചല്ല, മറിച്ച് പരിണാമ സിദ്ധാന്തത്തിന്റെ കൃത്യതയാർന്ന വഴിത്താരകളുടെയാണെന്ന് പഠിപ്പിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പോലും വഴിതെറ്റിയപ്പോൾ പ്രതിവാദം പറയുന്ന പണ്ഡിത ലോകം മുഴുവൻ അമ്പരന്ന് നിൽക്കവേ ഈ നാടിനെ മുഴുവൻ മാറ്റിമറിച്ച് ഉണർവിന്റെ താപജാലകൾ ആ ദേശത്ത് സൃഷ്ടിച്ച് 20-ാം വയസ്സിൽ ഇഹലോകം വിട്ടുപോയ സാമുവൽ മോറിസാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ കെടുതിയിലകപ്പെട്ട പാപം മനുഷ്യർക്കിടയിലേക്ക് ഉണർവിന്റെ തീപ്പൊരികൾ വാരിയെറിഞ്ഞ് മനുഷ്യനെ മാറ്റിമറിച്ചതെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പഠനം നല്ലത്, പാണ്ഡിത്യം നല്ലത്, നല്ലത്, അറിവുകൾക്കപ്പുറത്ത് ആത്മനിറവിന്റെ പുത്തൻ ശാലകളായി ദൈവത്തിന് ആവശ്യമുണ്ട് ഇത്തരം ചില രത്നങ്ങളെ തേച്ചു മിനുക്കിയെടുക്കാൻ. ഇതിനാ നമ്മൾ കൂടിയേ. ആർക്ക് വേണം ഈ നിയോഗം? ആർക്ക് വേണം ഈ ഉത്തരവാദിത്വം? കഴിഞ്ഞ ആഴ്ച ഞാനും പ്രിയപ്പെട്ട വേട്ടവള സാറും ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി ഇളയതാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 8-ൽ 9-ൽ പഠിക്കുന്ന പ്രായത്തിൽ ഞങ്ങൾ പ്രീ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിക്കുക. ആ ഘട്ടത്തിൽ ഞങ്ങളിങ്ങനെ ആ മുണ്ടക്കയത്തിൻ്റെ പരിസരത്തൂടെയൊക്കെ പ്രസംഗിച്ചു പോകും. ഡ്രമ്മും സൈഡ്രൂമും ഒക്കെ ആയിട്ട് അന്നത്തെ അറിവ് വെച്ച് പ്രസംഗിക്കും. ഈ യാത്രയിൽ മുണ്ടക്കയത്ത് ഒരു തെരുവിൽ വഴിയരികിലൊരു മനുഷ്യൻ കിടക്കുന്നു. ഞങ്ങൾ ആ മനുഷ്യനെ പൊക്കിയെടുത്തു. ഒരു തീനമാണ് വേഷം. ഒരു കത്രിക സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഇയാളുടെ താടിയൊക്കെ വെട്ടി വൃത്തിയാക്കി, മുഖമൊക്കെ വൃത്തിയാക്കി, മീശ മാത്രം വെച്ചു, ബാക്കിയൊക്കെ വൃത്തിയാക്കി. നല്ല സുന്ദരനായ ഇയാൾ. ഇനി ഇയാളെ വൃത്തിയാക്കണം. മുണ്ടക്കയത്തൊരു ആറുണ്ട്. ഷാമ്പു വാങ്ങിക്കൊണ്ട് വന്ന് തലയിലൊഴിച്ച് പതപ്പിച്ച് ആ ചെളിയൊക്കെ കഴുകി ഞങ്ങൾ ചേർന്ന് വൃത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ കഴുകി അവിടെ തന്നെ ഉണക്കാനിട്ടു. മാറി കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വസ്ത്രം ഉണങ്ങുന്ന അത്രയും നേരം വെള്ളത്തിൽ കിടത്തി. തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളും കുളിച്ചു. ആ കടയിലിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചു. ആൾ നല്ല മിടുകനാ. പഴയ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു വൈകല്യമുണ്ട് നടക്കാനും ഒക്കെ. അല്പം ഒരു ഹെൽപ്പ് അത് കൊടുത്താൽ രക്ഷപ്പെടും. പക്ഷെ ഞങ്ങൾക്ക് പോകണം. എനിക്ക് നാട്ടിലോട്ട് പോകണം, അയാൾക്ക് വീട്ടിലോട്ടും പോകണം. പക്ഷെ ഇനി എന്ത്?
ഇയാളെ എന്ത് ചെയ്യും? ഇയാളെ എന്ത് ചെയ്യുമെന്ന്? IPC വേണോ? ചർച്ചക്കൊടി വേണോ? ഷാരോണി വേണോ? സ്വതന്ത്ര സൗകര്യ വേണോ? ആർക്ക് വേണം? ഈ നിയോഗം മറക്കുന്ന ഇടത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഉണർവൊന്നും ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലായില്ല? ഇവൻ ആരുണ്ടെന്ന് ഈ ഒരു ദർശനത്തിലേക്ക് വളരാൻ ആർക്കെന്ന് മനസ്സുണ്ട്? കാരണം അവനിലൊരു ക്രിസ്തുവുണ്ട്. അന്നത്തെ അറിവും പ്രാപ്തിയൊക്കെ വെച്ച് ഒന്നും പറയാനില്ലാതെ ഞങ്ങളയാളെ ഉപേക്ഷിച്ച് കളഞ്ഞു. കൊച്ചു കുട്ടികളാണ് ഞങ്ങൾ, പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായമാണ്. ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ആ ടൈമിൽ. എന്തിനാ പറഞ്ഞേ? ബേസൈതേ കിടക്കുന്ന ഇവൻ സ്വോത്രാഴ്ച വിടൂല, പരിസംഖ്യ അടക്കാൻ ശേഷിയില്ല, ടിയെ കൊടുക്കാൻ ശേഷിയില്ല. ഇവനെ രക്ഷ ചെയ്യാൻ ഉലകത്തിലൊരു സംവിധാനവുമില്ലെങ്കിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകണം ചിലത് ചെയ്യാൻ. നമുക്ക് ചിലതിനെ നിർമ്മിച്ചെടുക്കാൻ പ്രചോദനം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ ഉപസംഹരിക്കുക. ബഹുമാനരെ, ഇതെങ്ങനെ സാധിക്കും? നിയോഗം. അതാ യേശു പറഞ്ഞേ, ബേസൈതയല്ല വിഷയം, അവിടുത്തെ ദയാവായ്പല്ല വിഷയം, സംഘാടകരുടെ ഉദാരതയല്ല വിഷയം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കിടക്കെടുക്കണം, നടക്കണം. ഇങ്ങനെ കരം പിടിച്ച് നടത്താൻ നമ്മളാൽ കാത്തുകിടക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു നിർത്താനുള്ള ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷ വിട്ട് മടങ്ങാൻ തമ്പുരാൻ നമുക്ക് കാരുണ്യവശം ചൊരിയട്ടെ. അവിടുത്തെ കൃപ നമ്മിൽ വ്യാപരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.